എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീഹരി എന്നാണ്. ഞാനൊരു വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ആണ്. ബേസിക്കലി ഞാനിപ്പോൾ നിലവിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദക്ഷിണ ലേണിംഗ്സിന്റെ തീം ബേസ്ഡ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ തീം ബേസ്ഡ് ക്ലാസ്സസിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തീംസുകളെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ സ്പീഷീസ് എന്നുള്ള തീമിൽ നിന്ന് മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു റിവാർഡിങ് ആയിട്ടുള്ള ഒരു തീമാണ് സ്പീഷീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ട് കഴിഞ്ഞ വർഷത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024 7 ക്വസ്റ്റ്യൻസ് ആണ് സ്പീഷീസ് എന്നുള്ള സെക്ഷനിൽ നിന്ന് മാത്രം UPSC ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ പാറ്റേൺ എടുത്ത് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ആണ് സ്പീഷീസ് എന്നുള്ള ഭാഗത്തു നിന്ന് മാത്രം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പീഷീസ്, ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസിനെ കുറിച്ചിട്ടും റീസെന്റ് ന്യൂസസിൽ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിൽ വാർത്തകൾ വന്നിരിക്കുന്ന സ്പീഷീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു PVQയുടെ അനാലിസിസ് കാണിക്കുന്നത്. സോ നമുക്ക് സ്പീഷീസിനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസിനെ കുറിച്ചിട്ടും റീസെന്റ് ന്യൂസസിൽ വന്നിരിക്കുന്ന സ്പീഷീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് എലിഫന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എലിഫന്റ് നമുക്കറിയാം ലാർജസ്റ്റ് ലാൻഡ് അനിമൽ ആണ്. അപ്പൊ ബ്ലൂ വെയിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാമല്. പക്ഷെ ലാൻഡിൽ എടുക്കുമ്പോഴത്തേക്കും എലിഫന്റ് ആണ്, എല്ലാവർക്കും അറിയാതെ. എക്സ്ട്രീംലി സോഷ്യബിൾ ആയിട്ടുള്ള ഒരു ആനിമൽ കൂടിയാണ്. അതായത് പിന്നെ വളരെ ഫാമിലി ആയിട്ടാണ്, ഹേർഡായിട്ടാണ് എലിഫന്റ്സിനെ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ മെയിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൽസ് ആർ മോസ്റ്റ്ലി സോൾട്ടറി. മെയിൽസ് പൊതുവെ ഒറ്റയ്ക്കാണ് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ചില സമയങ്ങളിൽ, സീസണുകളിൽ ഈ ഹേർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, ഫാമിലിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ദ ബ്രീഡിംഗ് പീരീഡ് അവർ പതുക്കെ പുറത്തേക്ക് പോവുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. മെയിനായിട്ട് ലോകത്തിലെ കേസ് എടുക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് 3 സ്പീഷീസ് ഓഫ് എലിഫന്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ആഫ്രിക്കയിലെ 2 സ്പീഷീസും ഏഷ്യയിലെ 1 സ്പീഷീസും. ഏഷ്യയിലുള്ളതിന് നമ്മൾ ഏഷ്യൻ എലിഫന്റ് എന്ന് പറയും. ആഫ്രിക്കയിലുള്ള 2 സ്പീഷീസ് ഉണ്ട്. അതിലൊന്ന് ആഫ്രിക്കൻ സാവന എലിഫന്റും രണ്ടാമത്തൊന്ന് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റും. അതിന്റെ IUCN സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഏഷ്യൻ എലിഫന്റ് ആൻഡ് ആഫ്രിക്കൻ സാവന എലിഫന്റ് ആർ ബോത്ത് എൻഡേഞ്ചേർഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ഫോറസ്റ്റുകൾ റിലേറ്റീവ്ലി എന്താ പറയാ, അവിടെയുള്ള പ്രൊട്ടക്ഷൻ മെഷേഴ്സും അതുപോലെ പിന്നെ ഹണ്ടിങ്, പോച്ചിങ് പ്രഷേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഭയങ്കര കുറവായിരിക്കും. മാത്രമല്ല അവര് മോണിറ്റർ ചെയ്യുന്നത് പോറായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സിവിയർ പോച്ചിങ് കാരണം ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റിന്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഡിക്ലൈനിൽ ഇരിക്കുകയാണ്. സോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ആഫ്രിക്കൻ എലിഫന്റ്സിനെ പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ എലിഫന്റ്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ മേജർ ഡിഫറൻസ് ഈസ് ആഫ്രിക്കൻ എലിഫന്റ്സ് ഇൻ ദ കേസ് ഓഫ് ആഫ്രിക്കൻ എലിഫന്റ് ബോത്ത് ദ സെക്സസ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഹാസ് ഗോട്ട് എ ടസ്ക്. നമ്മൾ ഈ പറയുമല്ലോ കൊമ്പ് എന്ന് പറയുമല്ലോ, ഈ മെയിലിനാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും ആഫ്രിക്കൻ എലിഫന്റ്സിൽ രണ്ടിലും ടസ്ക് കാണും. നേരെ മറിച്ച് ഏഷ്യൻ എലിഫന്റിലാണെങ്കിലോ മെയിൽസിന് മാത്രമാണ് ടസ്ക് ഉള്ളത്. അത് ഫീമെയിൽസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ടഷസ് എന്നുള്ളത്, അതായത് പേറ്റപ്പല്ല് എന്ന് പറയുന്ന രീതിയിലുള്ള ജസ്റ്റ് ഈ മൗത്തിന്റെ പുറത്തേക്ക് പ്രൊട്രോഡ് ചെയ്യുന്ന വളരെ ചെറിയൊരു റൂഡിമെന്ററി ആയിട്ടുള്ള ഒരു ടസ്ക് ആണ് നമ്മുടെ ഫീമെയിൽസിനുള്ളത്. അതിനെ നമ്മൾ ടഷസ് അല്ലെങ്കിൽ ട്യൂഷസ് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഡിഫറൻസ്. നിങ്ങൾക്ക് സൈസിന്റെ ഡിഫറൻസും കാണാം. ആഫ്രിക്കൻ എലിഫന്റ്സ് കുറച്ചുകൂടി സൈസ് കൂടുതലുണ്ട്. അതിന്റെ ഇയേഴ്സിന്റെ സൈസ് ഒക്കെ കുറച്ചുകൂടി വലുതാണ്. സ്കിന്ന് കുറച്ചുകൂടി റിങ്കിൾഡ് സ്കിന്നാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. Okay, when it comes to the distribution, the African elephants are situated almost throughout the continent of Africa, except in Sahara Desert. ഏഷ്യന്റെ കേസിൽ വരികയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യൻ റീജിയൻസിലാണ് ഇവർ മൊത്തം സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഹിസ്റ്റോറിക് ഡാറ്റയാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത്. അതിൽ ഡാർക്കർ കളേർഡ് ആയിട്ട് കാണിക്കുന്ന പാച്ചസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. ബാക്കി ലൈറ്റർ കളേഴ്സ് ഉള്ള ഏരിയയിലൊക്കെ മുമ്പ് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഡ്യൂ ടു സിവിയർ ഹണ്ടിങ് ആൻഡ് പോച്ചിങ് പ്രഷേഴ്സ് ഓൾ ദീസ് പോപ്പുലേഷൻ ഹാസ് ഗോട്ട് എന്താ പറയാ, ഒരു വളരെ പോക്കറ്റിലേക്ക് ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. Yeah, when it comes to the family of elephants, usually elephants will be consisting of
എ ഫാമിലി ഓർ എ ഹേർഡ് ഹാവിങ് 5 to 12 ഫീമെയിൽ എലിഫൻസ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എലിഫൻസിന്റെ ഫാമിലിയിൽ നമുക്ക് വളരെ ചെറിയ ഗ്രൂപ്പ് 5 തൊട്ടുള്ള ഗ്രൂപ്പുകൾ കാണാം. നേരെ മറിച്ച് 10-12 എണ്ണമുള്ള ഗ്രൂപ്പിലും ഏഷ്യൻ എലിഫൻസിനെ കാണാറുണ്ട്. ഈ നമ്പേഴ്സ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരാം. ചില സമയത്ത് മൾട്ടിപ്പിൾ ഫാമിലീസ് അസോസിയേറ്റ് ചെയ്തിട്ട് 30ഓളം വരുന്ന എലിഫൻസ് വരാറുണ്ട്. അതിൽ ഓൾഡസ്റ്റ് എലിഫന്റിന്റെ പേര് മീട്രിയാർക്കാണ്. അപ്പൊ ഒരു മീട്രിയാർക്കൽ സിസ്റ്റം ആണ് എലിഫൻസിനുള്ളത്. അതുപോലെ അവര് നേരത്തെ പറഞ്ഞ പോലെ ലാർജ് ഗ്യാതറിങ്സ് എലിഫൻസ് ചെയ്യാറുണ്ട്. അതിൽ 30-50 എലിഫൻസ് വരെ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. അതിലൊന്നും മെയിനായിട്ട് ഈ ടസ്കേഴ്സ് അല്ലെങ്കിൽ മെയിൽസ് അസോസിയേറ്റ് ചെയ്യുന്നത് കാണാറില്ല. വല്ലപ്പോഴും വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് അവർ അസോസിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ എലിഫൻസ് ലാർജ് സൈസ്ഡ് ആണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവർ ഡെയിലി ഒരു 150 kilograms ഓഫ് ഫുഡും അല്ലെങ്കിൽ അത്ര തന്നെ വെള്ളവും ആവശ്യമുള്ള ഒരു ആനിമലാണ് എലിഫന്റ് എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ്റെ കേസ് പറയുകയാണെങ്കിൽ 60 to 70 years ആണ്. നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ 60 to 70 years അല്ലെങ്കിൽ മോർ ദാൻ 70 years ഒക്കെ ആക്ടിവിറ്റിയിലൊക്കെ എലിഫൻസ് ജീവിച്ചിരിക്കുന്ന ഇൻസ്റ്റൻസസ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എലിഫൻസ് ഭയങ്കര ലാർജ് ആനിമലാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ലാർജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫുഡ് റിക്വയർമെന്റ്സ് എലിഫൻസിനുണ്ട്. ഏകദേശം 150 kilograms ഓഫ് ഫുഡാണ് എലിഫൻസിന് ഡെയിലി ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അത്ര തന്നെ വാട്ടർ ആവശ്യമുണ്ട്. 100 to 200 liters ഓഫ് വാട്ടർ എലിഫൻസിന് പെർ എലിഫന്റിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെ പോലെ ഏകദേശം 60 to 70 years ആണ് ആവറേജ് ലൈഫ് സ്പാൻ ആയിട്ട് പറയുന്നത്. അത് ക്യാപ്റ്റിവിറ്റിയിലാണെങ്കിൽ can even go beyond 70 years. അതുപോലെ നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എലിഫൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി പീരീഡ് 18 to 22 months, ക്ലോസ് ടു 2 year ആണ് അവരുടെ ജസ്റ്റേഷൻ പീരീഡ് വരുന്നത്. അതിലൊരു റേഞ്ച് ആണ് പറയുന്നത് 18 തൊട്ട് 22 മാസം വരെ ആവാം. അതിന്റെ അർത്ഥം പിന്നെ ഈ പറയുന്ന ഏത് സമയത്ത് വേണമെങ്കിലും 18 months ആയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം എന്നുള്ള ഒരു സ്റ്റേറ്റിലാണ് എലിഫൻസിന്റെ ഒരു സവിശേഷതയുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ പൊതുവെ പറയാറ് ഒരു ടസ്കർ എലിഫന്റ് പൊതുവെ 20, അതായത് ഫീറ്റസ് ഒരു മെയിൽ ആണെങ്കിൽ പൊതുവെ 21-22 months എടുക്കാറുണ്ട്. ഫീമെയിൽസ് ആണെങ്കിൽ ഒരു 18-19 months തന്നെ ഡെലിവറി നടക്കാറുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. When it comes to the state of elephants in India, around 60% of Asian elephants reside in India. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ ഈസ് ഹോം ടു ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഏഷ്യൻ എലിഫൻസ് ഇൻ ദ വേൾഡ്. ലേറ്റസ്റ്റ് 2017 എസ്റ്റിമേറ്റിൽ ഏകദേശം 30,000 എലിഫൻസ്, അതായത് 29,964 എലിഫൻസ് ആണ് നമ്മുടെ ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റിൽ സെൻസസ് പ്രകാരം കണക്കെടുത്തിട്ടുള്ളത്. അതിൽ കർണാടക ലീഡ്സ് ദ ലിസ്റ്റ്. 6,000 എലിഫൻസിന്റെ 6,000ഓളം എലിഫൻസിന്റെ ഹോമായിട്ട് കർണാടകയാണ്, ഫോളോഡ് ബൈ അസം ആൻഡ് കേരള. So let's look at one of the previous year question. With reference to Indian elephants, consider the statements. The leader of an elephant group is a female. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ലീഡർ ഫീമെയിൽ ആയിരിക്കും. മീട്രിയാർക്ക് എന്നാണ് ലീഡറിന്റെ പേര്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. സെക്കൻഡ്, ദ മാക്സിമം ജസ്റ്റേഷൻ പീരിയഡ് ക്യാൻ ബി 22 months. നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ദ ജസ്റ്റേഷൻ പീരിയഡ് ക്യാൻ റേഞ്ചസ് ഫ്രം 18 months to 22 months. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ. Third statement is, an elephant can normally go on calving till the age of 40 years only. അപ്പോൾ കാവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്ര വർഷം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു 60 to 70 years ആണ് പൊതുവെ എലിഫൻസിന്റെ ആയുസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കേസിൽ 40 yearsന്റെ അകത്ത് തന്നെ കാവിംഗ് സ്റ്റേജിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹ്യൂമൻസുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഹ്യൂമൻസ് തന്നെ 50 or more than 50 ചിലപ്പോൾ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേ കേസ് തന്നെ എലിഫൻസിന് 40 yearsന്റെ അകത്ത് പ്രഗ്നൻസി സ്റ്റോപ്പ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവാൻ സാധ്യത കുറവാണ്. നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. എമംഗ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ദ ഹയസ്റ്റ് എലിഫന്റ് പോപ്പുലേഷൻ ഈസ് ഇൻ കേരള. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, സെൻസസ് പ്രകാരം കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ എലിഫൻസ് റിസൈഡ് ചെയ്യുന്നത്, ഫോളോഡ് ബൈ ആസം ആൻഡ് ദെൻ കേരള. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് 1 and 2 എന്തായാലും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. 3യുടെ കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടിരുന്നാലും 40 ആവാൻ സാധ്യത കുറവാണ്. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 1 and 2 ഓൺലി. ഇതേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. യാ, സോ ദെൻ വിൽ മൂവ് ഓൺ ടു ടൈഗർ, ദ പാന്തേറ ടൈഗ്രിസ്. ടൈഗർ നമുക്കറിയാം ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ.
ദ ലാർജസ്റ്റ് ഓഫ് ദ ബിഗ് കാറ്റ്സ്, വി ഹാവ് സെവറൽ ബിഗ് കാറ്റ്സ്. നമുക്ക് 5ഓളം ബിഗ് കാറ്റ്സ് ഉണ്ട്. നമ്മൾ ഇന്ന് അതിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ലാർജസ്റ്റ് ഓഫ് ദ ബിഗ് കാറ്റ് ആണ് ടൈഗർ എന്ന് പറയുന്നത്. ടൈഗർ പൊതുവെ സോളിറ്ററി ആണ്. നമ്മൾ എലിഫന്റ്സിന്റെ കേസിൽ ഫാമിലി ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടൈഗർ പൊതുവെ ഒറ്റയ്ക്കാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് പിന്നെ എന്താണ് ജീവിക്കുന്നത്. അതേപോലെ ചില സമയത്ത് ഇപ്പൊ ബ്രീഡിങ്ങിന്റെ സീസണിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ കപ്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ടൈഗേഴ്സിനെ കാണാറുണ്ട്. അതിന് ലിറ്റർ സൈസ് 2 to 4 ആണ്. അതായത് ഒരു ഡെലിവറിയിൽ 2 തൊട്ട് 4 വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട് ടൈഗർ. പക്ഷെ അതിന്റെ സർവൈവൽ കപ്പാസിറ്റി പൊതുവെ കുറവാണ്. ഈ 4 കുട്ടികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ 1 2 മാക്സിമം 2 തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കോമ്പറ്റീഷൻ കാരണം സർവൈവ് ചെയ്യാണ്ട് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ടൈഗർ റിലേസ് ഓൺ സൈറ്റ് ആൻഡ് സൗണ്ട് ഫോർ ഹണ്ടിങ്. അവർ സ്മെല്ലിനേക്കാളും കൂടുതൽ സൈറ്റ് ആൻഡ് സൗണ്ടിനെയാണ് പൊതുവെ ടൈഗർ റിലേ ചെയ്യുന്നത്. ഈ ടൈഗറിന്റെ എന്താ പറയാ, നമ്മുടെ ഹാബിറ്റാറ്റ്സ് എടുക്കുമ്പോൾ ടൈഗേഴ്സ് ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഇൻ വെസ്റ്റേൺ ഗാർഡ്സ്, എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുന്നുണ്ട്, ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ, മാംഗ്രോവ് ഫോറസ്റ്റ്, ഹിമാലയൻ ഫുട് ഹിൽസ്, ഗ്രാസ് ലാൻഡ്, സാവനസ്. സോ ദ ടൈഗേഴ്സ് ക്യാൻ ബി സീൻ ഓൾമോസ്റ്റ് ദ എൻറ്റയർ ഹാബിറ്ററ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടൈഗറിന്റെ പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് ഇന്ത്യയുടെ ലാൻഡ്സ്കേപ്പിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഏകദേശം 3900 ആണ്. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഡിക്ലൈനിങ്. എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ടൈഗറിനെ IUCN പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ടൈഗറിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും. അതേപോലെ ഒരു ചെറിയൊരു പോപ്പുലേഷൻ, ഒരു അമൂർ ടൈഗർ എന്ന് പറയുന്ന ഒരു ടൈഗറിന് ഒരു സബ് സ്പീഷീസ് ഉണ്ട്. അത് കാണുന്നത് ഏകദേശം എന്താ പറയാ, ചൈനയുടെയും റഷ്യയുടെ ഒക്കെ ഭാഗത്തായിട്ടാണ് അമൂർ ടൈഗറിന്റെ പോപ്പുലേഷൻ ഉള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. ടൈഗർ എന്ന് പറഞ്ഞ ഒരു ആംബുഷ് പ്രെഡേറ്റർ ആണ്. പതിഞ്ഞിരുന്നിട്ട് നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പതിഞ്ഞിരുന്നിട്ട് പതുക്കെ ഹണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു സ്വഭാവമാണ് ടൈഗർ പൊതുവെ ശീലിച്ചിരിക്കുന്നത്. അതേപോലെ മെയിൽസ് ആണ് ഹെവിയർ. ഇപ്പോൾ ഫീമെയിലിന് മെയിൽ എടുത്തു കഴിഞ്ഞാൽ മെയിൽസ് ആണ് പൊതുവെ ഹെവിയർ ആയിട്ട് വരിക. 220 കിലോഗ്രാം വരെ പോകും. പക്ഷെ ഫീമെയിൽസ് ഒരു 140 കിലോഗ്രാംസ് വരെയൊക്കെ ആയിരിക്കും പോവുക. ആൻഡ് ദ ടൈഗേഴ്സ് ആർ ഹാവിങ് ലാർജ് ടെറിട്ടറി. ഒരു ടെറിട്ടറി സെറ്റപ്പ് ആണ് ടൈഗേഴ്സിനുള്ളത്. അവർ ആ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെറിട്ടറി മാർക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടോ, ഈ ടൈഗർ ഈ കാണുന്ന മരത്തിൽ അള്ളിപ്പിടിച്ചിട്ട് അത് സ്ക്രാച്ച് ചെയ്യും. ഈ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിന്റെ നഖത്തിന്റെ പാടുകൾ അതിൽ പെടും. നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ ചില മരങ്ങളിലൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടൈഗർ. ഇറ്റ്സ് എ ഫോം ഓഫ് ടെറിട്ടറി മാർക്കിംഗ്. അപ്പോൾ അത് യൂറിൻ വെച്ചിട്ടോ ഫീസസ് വെച്ചിട്ടോ വോക്കലൈസിംഗ് ഒക്കെ വെച്ചിട്ട് ഈ ടെറിട്ടറി മാർക്ക് ചെയ്യാറുണ്ട് ടൈഗർ എന്ന് പറയുന്നത്. ഈവൻ ടൈഗറിന്റെ ഒരു മെയിൽ ടൈഗറിന്റെ ടെറിട്ടറി ഏകദേശം 50 to 100 സ്ക്വയർ കിലോമീറ്റർ വരെയൊക്കെ പോകുന്ന പറയുന്നത്. പക്ഷെ ഫീമെയിൽസിന്റെ പൊതുവെ 20 സ്ക്വയർ കിലോമീറ്റർ ഒക്കെയാണ് ഒരു ആവറേജിലൊക്കെ കാണാറുള്ളത്. സോ ഈ ടെറിട്ടറിയുടെ അകത്ത് ഒരു മെയിൽ ടൈഗർ വേറൊരു മെയിൽ ടൈഗറിനെ ടെറിട്ടറി അകത്ത് കൊണ്ടുവരില്ല. മാക്സിമം എന്താ ചെയ്യുക, ഫീമെയിൽസിന് അതിൻ്റെ അകത്ത് ഓവർലാപ്പ് ചെയ്യും. പക്ഷെ മെയിൽസിന്റെ ടെറിട്ടറി പൊതുവെ ഓവർലാപ്പ് ചെയ്യാറില്ല. ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ ഇവൻച്വലി ഒരു കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. ഇത് വളരെ റീസെന്റ് ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു ഫിനോമിനൻ ആണ്. ഇറ്റ്സ് കോൾഡ് ബ്ലാക്ക് ടൈഗർ. ബ്ലാക്ക് ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ കളർ വേരിയന്റ് ഓഫ് ദ ടൈഗർ. അത് നമ്മൾ പൊതുവെ ടൈഗറിന്റെ കോട്ട് കളർ പറയുമ്പോൾ നമ്മൾ ഓറഞ്ചിഷ് ബ്രൗൺ എന്ന് നമ്മൾ പറയും, വിത്ത് സ്ട്രൈപ്സ്, ബ്ലാക്ക് സ്ട്രൈപ്സ് എന്ന് പറയുമല്ലോ നമ്മൾ. പക്ഷെ ബ്ലാക്ക് ടൈഗറിന്റെ കേസിൽ ഒരു സ്യൂഡോ മെലനിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ മെലനിസ്റ്റിക് ആയിട്ടുള്ള ടൈഗറിനെയാണ് നമ്മൾ സിംലിപാൽ ടൈഗർ റിസർവ്, ഒഡീഷയിലുള്ള സിംലിപാൽ ടൈഗർ റിസർവിൽ കാണുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ്ലി മെലനിസം അല്ല, നമ്മൾ ഈ കരിമ്പുലിയിലൊക്കെ കാണുന്ന പോലെയുള്ള കംപ്ലീറ്റ് ബ്ലാക്ക് കളറല്ല വരുന്നത്, ഒരു പാർഷ്യൽ മെലനിസം ആണ്. അതിനെ സ്യൂഡോ മെലനിസം എന്ന് പറയുന്നു. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സിംലിപാലിലാണ് ഇത് കാണുന്നത്. ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയും ഈ ഒരു ഫിനോമിനൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ റീസെന്റ് സിംലിപാലിലുള്ള ഒരു ബ്ലാക്ക് വാട്ടർ ടൈഗറിനെ പോച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ഇറ്റ്. സിംലിപാലിലാണ് ഇത് കാണുന്നത്. Okay, when it comes to the political scenario, national animal ആണ് 1973 തൊട്ട് ടൈഗർ. അതിന് മുന്നേ ലയൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ടൈഗർ ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ എൻകംപസസ് ഓൾമോസ്റ്റ് എവറി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രൊട്ടക്ടിങ് ടൈഗർ വിൽ ഇവൻച്വലി പ്രൊട്ടക്ട് ദ ഹാബിറ്ററ്റ് ഓൾസോ. അപ്പൊ ആ ഒരു കണ്ടീഷൻ കാരണമാണ് നമ്മൾ ടൈഗറിനെ നാഷണൽ ആനിമൽ ആക്കിയത് 1973.
പ്രൊജക്ട് ടൈഗർ ഇനീഷ്യേറ്റ് ചെയ്തു. പ്രൊജക്ട് ടൈഗറിന്റെ റീസെന്റ് 2023 50 years പിന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾഡ് 1 ആനിമലാണ് ടൈഗർ. അപ്പൊ അതായത് ടൈഗറിന് മാക്സിമം പ്രൊട്ടക്ഷൻ ആണ് നിയമങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് പിന്നെ കില്ല് ചെയ്യാനോ അതുപോലെ ഹണ്ട് ചെയ്യാനൊക്കെ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ടൈഗർ പോപ്പുലേഷൻ എസ്റ്റിമേഷനെ കുറിച്ചാണ് വളരെ ബ്രീഫ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എവ്രി 4 year ആണ് ഇന്ത്യയിൽ ടൈഗർ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടക്കുന്നത്. അതിൽ ലേറ്റസ്റ്റ് എസ്റ്റിമേഷൻ 2022 അതിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 3167 ടൈഗേഴ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റ്. ഇനി അടുത്ത പോപ്പുലേഷൻ എസ്റ്റിമേഷൻ വരുന്നത് 2026 അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ടൈഗർ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ്സിൽ ടൈഗറിന്റെ പോപ്പുലേഷൻ ഇൻക്രീസിംഗ് ആയിട്ടാണ് കാണുന്നത്, ഇതിന്റെ ട്രെൻഡ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ദ ടാർഗറ്റ് ഓഫ് ഡബ്ലിംഗ് ദ ടൈഗർ കൗണ്ട് 4 years ahead of the deadline of 2022. 2006 സെൻസസ് പ്രകാരം നമുക്ക് 1400 ടൈഗർ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 2010 നമ്മളൊരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. 2022 ആകുമ്പോഴത്തേക്കും 2006 നമ്പറിൽ നിന്ന് ഡബിൾ ചെയ്യും നമ്മൾ ടൈഗർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് 1400 2800 എബവ് നമ്മൾ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 4 വർഷം മുന്നേ തന്നെ 2018 തന്നെ ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ പിന്നെ ക്രോസ് ചെയ്തു. അപ്പൊ ആ ഒരു ഇത് കൂടി മനസ്സിലാക്കിയിരിക്കുക. And when it comes to the top states in terms of tiger population, Madhya Pradesh leads list with 526 tigers, followed by Karnataka. തൊട്ട് പുറകെ തന്നെയാണ് 524 tigers, followed by Uttarakhand and Maharashtra. അത് ജസ്റ്റും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ആ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുക. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ് ആൻഡ് കർണാടക. ആൻഡ് ടൈഗർ സെൻസസിന്റെ കേസ് പറയുമ്പോഴത്തേക്കും NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ് ടൈഗർ സെൻസസ് പിന്നെ ഇന്ത്യയിൽ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. WPAയുടെ പിന്നെ ആക്ടിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് NTCA. അവർ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ WIA, അതുപോലെ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പിന്നെ NGOs ഇവരോടൊക്കെയുള്ള കോർഡിനേഷനിലാണ് ഈ നമ്മുടെ കൺട്രിയിൽ വൈഡായിട്ട് ടൈഗർ സെൻസസ് നടത്തുന്നത്. And they adopt a process called double sampling for tiger estimation. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൗണ്ട് ബേസ്ഡ് സർവേയും രണ്ടാമത് ക്യാമറ ട്രാപ്പ് സർവേയും. ഗ്രൗണ്ട് ബേസ്ഡ് സർവേയിൽ നമ്മൾ പിന്നെ ആൾക്കാർ പിന്നെ ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പഗ് മാർക്ക്, ടൈഗറിന്റെ പഗ് മാർക്ക്, ടൈഗറിന്റെ സ്കാറ്റ്, പെല്ലറ്റ്സ്, ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എവിഡൻസസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ടൈഗറിന്റെ പ്രസൻസ് നമ്മൾ പിന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എത്ര ടൈഗർ ഉണ്ടാവാം, അതായത് ഈ പഗ് മാർക്കൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും ഓരോ ടൈഗർക്കും. അപ്പോൾ പിന്നെ മൾട്ടിപ്പിൾ ടൈഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പഗ് മാർക്സ് ഉണ്ടാവും, അതിന്റെ സൈസസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര ടൈഗർ കാട്ടിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുണ്ട് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ക്യാമറ ട്രാപ്പ് സർവേയും ചെയ്യും. ക്യാമറ ട്രാപ്പ് സർവേ എന്ന് പറഞ്ഞാൽ ക്യാമറ ട്രാപ്പിന്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇതാണ് ക്യാമറ ട്രാപ്പ്. ഇതിങ്ങനെയാണ് ക്യാമറ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. കാട്ടില് നമ്മൾ പോകുന്ന ട്രക്ക് പാത്തിന്റെ സൈഡിൽ പിന്നെ മരത്തിലൊക്കെയാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ക്യാമറ ട്രാപ്പ് എന്ത് ചെയ്യും, അതൊരു മോഷൻ സെൻസറാണ്, ഒരു ഹീറ്റ് സെൻസർ കൂടി അതിലുണ്ടാവും. അപ്പൊ ഈ ടൈഗർ അതിന്റെ ഫ്രണ്ടിൽ കൂടി പോകുന്ന സമയത്ത് അത് ബ്ലാസ്റ്റ് ചെയ്യും, ഷോട്ട് എടുക്കും. ആ ഷോട്ട് എടുത്തിട്ട് ടൈഗറിന്റെ പിന്നെ സ്ട്രൈപ്സ് ഒക്കെ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ ആയിരിക്കാം. അപ്പോൾ ഒരു സ്ട്രൈപ്സ് വേറൊരു സ്ട്രൈപ്സ് ആയിട്ട് മാച്ച് ആവില്ല. അത് ടൈഗറിന്റെ എല്ലാ ടൈഗറിന്റെയും സ്ട്രൈപ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടൈഗറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഈ രണ്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഈ ഡബിൾ സാമ്പിളിംഗ് ടെക്നീക്ക് വെച്ചിട്ടാണ് ടൈഗറിന്റെ സെൻസസ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ അതിൽ phase 1 ഉണ്ട്, phase 2 ഉണ്ട്, phase 3 ഉണ്ട്. അതിൽ phase 2 വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് M-Stripes എന്നൊരു ആപ്ലിക്കേഷൻ. ഈ M-Stripes എന്നുള്ള ആപ്ലിക്കേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ NTCA ആണ് അത് കൺട്രി വൈഡ് ആയിട്ട് എന്താണ് നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുന്നത്. അപ്പൊ അവര് ഇറക്കിയേക്കുന്ന ഈ ആപ്പിൽ നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടൈഗർ പഗ് മാർക്ക് കണ്ടു, അല്ലെങ്കിൽ സ്കാറ്റ് കണ്ടു, അല്ലെങ്കിൽ ടൈഗറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് ജിയോ ടാഗ് ചെയ്തിട്ട് M-Stripesലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് NTCA അവിടെ മോണിറ്റർ ചെയ്യും, ഇതിന്റെ പോപ്പുലേഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് phase 3 എംപ്ലോയീസ് എ ടെക്നിക് കോൾഡ് ക്യാപ്ചർ മാർക്ക് റീക്യാപ്ചർ മെത്തേഡ്. അത് ആ പേര് പോലെ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. It will capture an image, it will mark an image and it will recapture an image. അതായത് ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു, ആ ക്യാപ്ചർ ചെയ്തത് മാർക്ക് ചെയ്യുന്നു, മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റീക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ഒരു ടൈഗർ നമ്മൾ ഒരു
സ്ഥലത്ത് നിന്ന് നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്ത സെയിം ടൈഗർ വേറൊരു സ്ഥലത്തും ക്യാമറ ട്രാപ്പിൽ പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ വെച്ചിട്ട് ഇത് റീക്യാപ്ചർ ചെയ്ത മെത്തേഡ് നോക്കിയിട്ട് വെദർ ഇറ്റ് ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ് ടൈഗർ ഓർ സെയിം ടൈഗർ തന്നെയാണോ എന്നുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ ക്യാപ്ചർ മാർക്ക് റീക്യാപ്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. When it comes to the computer and mobile based applications, പ്രധാനമായിട്ട് 3 ആപ്ലിക്കേഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്ന് എം സ്ട്രൈപ്സ്, വേറൊന്ന് കാട്രാക്ട്, മൂന്നാമത് എക്സ്ട്രാക്ട് കമ്പയർ. നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഒരു പേര് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. എം സ്ട്രൈപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാട്രാക്ട് ആൻഡ് എക്സ്ട്രാക്ട് കമ്പയർ ആർ ടു ഡിഫറെന്റ് നമ്മൾ എ ബേസ് ചെയ്തത് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ബേസ് ചെയ്തിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ് ഈ 2 കാട്രാക്ട് ആൻഡ് എക്സ്ട്രാക്ട് കമ്പയർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ 2 ഡിസ്റ്റിങ് ടൈഗേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രൈപ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. And coming to the previous year question, the term M stripes is sometimes seen in the news in the context of, നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ, ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ഓഫ് വൈൽഡ് ഫോണ അല്ല, മെയിൻ്റനൻസ് ഓഫ് ടൈഗർ റിസർവ്, ഇൻഡിജീനിയസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം, സെക്യൂരിറ്റി ഓഫ് നാഷണൽ ഹൈവേസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. മെയിൻ്റനൻസ് ഓഫ് ടൈഗർ റിസർവ്, നമ്മൾ ടൈഗേഴ്സിന്റെ പോപ്പുലേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ എം സ്ട്രൈപ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സ്പീഷീസ് ആണ് ഗ്രേറ്റർ വൺ ഹോൺ റൈനോ. നിങ്ങൾ പിന്നെ റൈനോസറസിനെ കുറിച്ചിട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഇന്ത്യയിൽ കാണുന്നതിന് ഇന്ത്യൻ റൈനോ എന്നും പറയാറുണ്ട്. ദ ലാർജസ്റ്റ് ഓഫ് ദ റൈനോ ആണ്. നമുക്ക് വേൾഡിൽ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് റൈനോ ഉണ്ട്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് റൈനോ, ദർ ആർ 3 സ്പീഷീസ് ഓഫ് റൈനോ ഇൻ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആൻഡ് 3 സ്പീഷീസ് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. അപ്പൊ ഇതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റൈനോ ആണ് പിന്നെ ഇന്ത്യൻ റൈനോ അല്ലെങ്കിൽ ഗ്രേറ്റർ വൺ ഹോൺ റൈനോ എന്ന് പറയുന്നത്. അത് IUCN കാറ്റഗറിയിൽ വൾണറബിൾ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതിന്റെ പോപ്പുലേഷൻ പോച്ചിങ് ആൻഡ് ഹണ്ടിങ് പ്രഷേഴ്സ് കാരണം. അത് മെയിനായിട്ട് കാണുന്നത് അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ്, ഷ്രബ്ലാൻഡ് ആൻഡ് സാവന്നാസ്. അതായത് പ്രധാനമായിട്ടും പിന്നെ മാർഷസോ അല്ലെങ്കിൽ പിന്നെ ഈ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തൊക്കെ കാണുന്ന ഗ്രാസ് ലാൻഡ്സിലാണ് നമ്മുടെ റൈനോയുടെ ഹാബിറ്റാറ്റ് ഇരിക്കുന്നത്. അത് കാണുന്ന നാഷണൽ പാർക്സ് എന്ന് പറയുന്നത് പൊബിറ്റോറ, കാസിരംഗ, മനസ് പോലുള്ള നാഷണൽ പാർക്സിൽ നമ്മുടെ ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. And when it comes to the distribution of rhino, historically rhinos are used to be present in Pakistan as well. പാകിസ്ഥാൻ വരെയുള്ള സ്ഥലത്ത് വരെ റൈനോ മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഡ്യൂ ടു ഹണ്ടിങ് ആൻഡ് പോച്ചിങ് പ്രഷർ, അതിന്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഹണ്ട് ചെയ്യുന്നത് മനുഷ്യർ. അപ്പോൾ അതിന് പല ആഫ്രോഡേസിയക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നൊക്കെയാണ് ചൈനീസ് വിശ്വാസം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതിനെ ഹണ്ട് ചെയ്തിട്ട് അതിന്റെ പോപ്പുലേഷൻസ് ഒക്കെ ഷ്രിങ്ക് ആയി അവസാനം വളരെ ചെറിയ പോക്കറ്റിൽ മാത്രം നേപ്പാളിലും ഇന്ത്യയിലും ഭൂട്ടാനിലൊക്കെയുള്ള വളരെ ചെറിയ പിന്നെ പോക്കറ്റ്സിൽ മാത്രമാണ് ഇപ്പോൾ അതിന്റെ പോപ്പുലേഷൻ ഇരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് റൈനോ. നിങ്ങൾ അതിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോർത്തേൺ വൈറ്റ് റൈനോ, in the world only 2 rhinoceros are remaining. നോർത്തേൺ വൈറ്റ് റൈനോയുടെ സ്പീഷീസിൽ പിന്നെ സിവിയർലി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതിൽ 2 റൈനോ നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിൽ ഇപ്പം ഇരിക്കുന്നുണ്ട്. ഡിഫറെന്റ് സ്റ്റഡീസ് ഹാവ് ബീൻ കണ്ടക്ടിങ് അതിനെ പോപ്പുലേഷൻ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സറോഗേറ്റ് മദേഴ്സിനൊക്കെ വെച്ചിട്ട് അതിനെ പ്രഗ്നന്റ് ആയിട്ട് അത് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ സോഫ അത് അത്ര നല്ലൊരു ന്യൂസ് അല്ല ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. But let's hope that the species may recover in future. Okay, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലയൺ. നമുക്ക് എല്ലാവർക്കും ലയണിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഹൈലി അഡാപ്റ്റീവ് ആൻഡ് പ്രിഫർഡ് ഡ്രയർ ഏരിയാസ്. അതായത് അൺലൈക്ക് ടൈഗർ പൊതുവെ ഡ്രയർ ഏരിയാസിലാണ് നമുക്ക് ലയൺസിനെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാം, ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റിലാണ് അല്ലെങ്കിൽ ഗിർ നാഷണൽ പാർക്കിലാണ് ലയൺസിന്റെ പ്രസൻസ് ഉള്ളത്. ലയൺസിനെ IUCN എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതേപോലെ സൈറ്റിസിന്റെ അപ്പൻഡിക്സ് 1 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. പിന്നെ അതായത് സൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഓൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. അതായത് നമ്മുടെ ഇന്റർനാഷണലി ആയിട്ടുള്ള ട്രേഡിൽ പലപ്പോഴും ജീവികളെ കടത്തുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈറ്റിസ് എന്നുള്ള ഒരു ബോഡി വന്നിരിക്കുന്നത്. അപ്പം ഇത് അപ്പൻഡിക്സ് 1 എന്നുള്ള അപ്പെക്സ് ആയിട്ടുള്ള ക്രൈറ്റീരിയയിൽ പെടുത്തിയിട്ട് ലയൺസിന്റെ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടിരിക്കുകയാണ്, എക്സെപ്റ്റ് ഫോർ റിസർച്ച് പർപ്പസസ്. അതുപോലെ WPL നോക്കുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾ 1 ആനിമൽ ആയിട്ട് അപ്പെക്സ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ഈ ലോകത്തിലെ കേസ് എടുക്കുമ്പോൾ മെയിനായിട്ട് 2 സ്പീഷീസ് ഓഫ് ലയൺ ആണ്. നമുക്കറിയാം ആനിമൽ പ്ലാനറ്റിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്നത് ആഫ്രിക്കൻ ലയൺ ആണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത് ഏഷ്യാറ്റിക് ലയണുമാണ്. ഏഷ്യാറ്റിക് ലയൺ കാണുന്നത് ലോകത്ത് തന്നെ ഗിർ നാഷണൽ പാർക്കിൽ മാത്രമാണ് ഏഷ്യാറ്റിക് ലയണിന്റെ പോപ്പുലേഷൻ ഉള്ളത്. ഈ ലയൺ, ഇവിടെയുള്ള ലയൺ സെൻസസ് ഓരോ 5 വർഷത്തിലുമാണ് നടത്തുന്നത്. നമ്മൾ നേരത്തെ ടൈഗറിന്റെ കേസിൽ 4 years ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ലയണിന്റെ കേസിൽ അത് 5 വർഷമാണ്. അപ്പോൾ പ്ലീസ് നോട്ട് ഇറ്റ്. സംടൈംസ് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് UPSC ചോദിക്കാം. നമ്മൾ ഇതിനെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഏഷ്യൻ ലയൺ, നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം, ആഫ്രിക്കൻ ലയൺ കുറച്ചുകൂടി സൈസ് കൂടുതലാണ്. ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി സൈസ് കുറവുള്ള ഒരു സ്പീഷീസ് ആണ്. അതുപോലെ ഇതിന്റെ മെയിൻ നമ്മൾ ഈ സഡ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, സഡ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊമിനന്റ് ആയിരിക്കും ആഫ്രിക്കന്റെ കേസിൽ. ഏഷ്യാറ്റിക്കിന്റെ കേസിൽ കുറച്ചുകൂടി അത് അത്ര പ്രൊമിനന്റ് ആയിരിക്കില്ല. And when it comes to the population of Asiatic lion, it's around 674 according to the latest estimate. 2020 എസ്റ്റിമേറ്റ് പ്രകാരം 674 ലയൺസ് ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അതിനിപ്പോൾ അടുത്ത എസ്റ്റിമേറ്റ് ഈ വർഷം 2025 മെയ്യോട് കൂടിയിട്ട് അടുത്ത എസ്റ്റിമേറ്റ്സ് വരുന്നതാണ് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് പിന്നെ ശ്രദ്ധിച്ചിരിക്കുക അടുത്ത എസ്റ്റിമേറ്റ്സിൽ പോപ്പുലേഷന്റെ ഗതി എന്തായി മാറുന്നുള്ളത്. സോ കറന്റ്ലി ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. അത് നിങ്ങൾക്ക് ഈ ഗിർ നാഷണൽ പാർക്കിന്റെ ലൊക്കേഷൻ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഗുജറാത്തിന്റെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള റീജിയനിലാണ് ഗിർ നാഷണൽ പാർക്ക് കാണുന്നത്. ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏഷ്യാറ്റിക് ലയൺ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഏഷ്യാറ്റിക് ലയൺ ഈസ് ഫൗണ്ട് ഇൻ Gir National Parks, which is situated in India. So the statement is true. Double humped camel is naturally found in India only. നിലവിൽ ഇപ്പോൾ ഡബിൾ ഹംപ് ക്യാമലിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് വൺ ഹോൺഡ് റൈനോസറസ് ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൺലി. നമ്മൾ റൈനോസറസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നേപ്പാളിലും അതുപോലെ ഭൂട്ടാനിലും കാണുന്നുണ്ട് എന്നുള്ള കേസ്. അപ്പോൾ the option 3 can be eliminated. സോ ഓപ്ഷൻ 1 ശരിയാണെന്ന് നമുക്കറിയാം, 3 തെറ്റാണെന്ന് അറിയാം. സോ ഓപ്ഷൻ C and D can be eliminated. സോ നമുക്ക് ഓപ്ഷൻ എയും ബിയും മാത്രമേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അതിൽ 1 ശരിയാണെന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഓപ്ഷൻ A is the correct answer. Yes. Moving on, cheetah. ചീറ്റനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം ചീറ്റ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുനോ പൽപ്പോ നാഷണൽ പാർക്കിലാണ് ചീറ്റാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ചീറ്റ ഈസ് എ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ. നമുക്കറിയാം ആനിമൽ പ്ലാന്റിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് ചീറ്റ എന്ന് പറയുന്നത്. ഭയങ്കര ഫാസ്റ്റ്, ഏകദേശം 100 or 110 km/h ഓടാൻ ശേഷിയുള്ള ജീവിയാണ് ചീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ഷെഡ്യൂൾ 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. നേരത്തെ ഏഷ്യാറ്റിക് ലയണിന്റെ കേസിൽ പറയുന്ന പോലെ നമുക്കൊരു ഏഷ്യാറ്റിക് ചീറ്റയുണ്ട്, അതേപോലെ ഒരു ആഫ്രിക്കൻ ചീറ്റയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ചീറ്റ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ചീറ്റയാണ്. അൺലൈക്ക് അതർ ബിഗ് കാറ്റ്സ്, നമ്മൾ ചീറ്റനെ ചില സമയത്ത് ബിഗ് കാറ്റ്സ് ആയിട്ട് പെടുത്താറുണ്ട് ബിക്കോസ് ഓഫ് ദ സൈസ്. പക്ഷെ അതിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. ചിലർ പറയും എന്താ ചീറ്റ ഒരു ബിഗ് കാറ്റ് അല്ല, അത് പാന്തറ എന്നുള്ള ജീനസിലല്ല വരുന്നതെന്നൊക്കെ. ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് അണ്ടർ ബിഗ് കാറ്റ്സ്. ആൻഡ് പക്ഷെ ബിഗ് കാറ്റ് ആണെങ്കിൽ കൂടിയും ഇറ്റ് കനോട്ട് റോർ. നമ്മൾ ഈ പൂച്ചനൊക്കെ പോലെ മ്യാവ് എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചീറ്റ കരയുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. നമ്മളത് ലയണിന്റെ കേസിൽ ഇന്ത്യയിൽ മാത്രമേ റെസ്ട്രിക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചീറ്റയുടെ കേസിൽ ഇപ്പോൾ ഏഷ്യാറ്റിക് ചീറ്റ ആകെ കാണുന്നത് ഇറാനിൽ മാത്രമാണ്. ഇതാണ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ ചീറ്റയുടെ 2 ഫോട്ടോസ് എന്ന് പറയുന്നത്. ഏഷ്യാറ്റിക് ചീറ്റ ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. നമുക്ക് വൈൽഡിൽ തന്നെ ഒരു 40-50 എണ്ണം മാത്രമേ ലോകത്ത് തന്നെയുള്ളൂ, അത് ഇറാനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏഷ്യാറ്റിക് ചീറ്റ ആയിരുന്നു ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏഷ്യാറ്റിക് ചീറ്റനെ ഇനിയിപ്പോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര എന്താ പറയാ, അത് ഭയങ്കര റിസ്കിയാണ് ആ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആഫ്രിക്കൻ ചീറ്റനെ നമ്മളിപ്പോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
അതിന്റെ ഡിഫറൻസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മോളർ ആണ് ഏഷ്യാറ്റിക് ചീറ്റ, ബട്ട് ആഫ്രിക്കൻ ചീറ്റ ഈസ് സംടൈംസ് somewhat bigger in size. And the next one is snow leopard. നമ്മൾ ഹിമപ്പുലി എന്നൊക്കെ പറയുന്ന പിന്നെ ഒരു സ്പീഷീസ് ആണ് പാന്തറ അൺസിയ എന്ന് പറയുന്നത്. ഇതും ഒരു ബിഗ് ക്യാറ്റ് ആണ്, ഭയങ്കര സൈസുള്ള, ഭയങ്കര അജൈൽ ആയിട്ടുള്ള, ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ആനിമലാണ് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് കാണുന്നത് ഈ ഹിമാലയാസിലൊക്കെയാണ്, അതായത് ഹൈ എലിവേഷൻ റീജിയൻസ് റേഞ്ചിങ് ഫ്രം 3000 to 5000 മീറ്റർ, അത്രയും ഹൈറ്റിലാണ് അവര് പിന്നെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, അത്രയും എക്സ്ട്രീം തണുപ്പുള്ള ആ ഒരു സ്ഥലത്ത് ജീവിക്കണമെങ്കിലുള്ള അഡാപ്റ്റേഷൻസ് അതിഭീകരമായിരിക്കും. അവർക്കുള്ള സ്കിന്നിന്റെ കേസ് ആണെങ്കിലും അവരുടെ പിന്നെ ഫറിന്റെ ഒക്കെ തിക്നെസ്സിന്റെ കേസൊക്കെ ആണെങ്കിലും ഭയങ്കര അഡാപ്റ്റേഷൻസ് ആയിരിക്കും നമ്മുടെ സ്നോ ലെപ്പേർഡിന് ഉണ്ടാവുക. IUCN-ന്റെ റെഡ് ലിസ്റ്റിൽ വൾണറബിൾ കാറ്റഗറിയിലാണ് നമ്മൾ ചീറ്റനെ പെടുത്തിയിരിക്കുന്നത്. WPAയുടെ ഷെഡ്യൂൾ 1. നിങ്ങൾ അത്രയും പിന്നെ ഈ WPAയുടെ കേസിൽ ഷെഡ്യൂൾ 1 ആണോ ഷെഡ്യൂൾ 2 ആണോ എന്നുള്ളത് നിങ്ങൾ അത്ര ബോധേഡ് ആവേണ്ട. കാരണം നമ്മൾ പഠിക്കുന്ന ഓൾമോസ്റ്റ്, അതായത് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയുന്ന ടൈഗർ, ലയൺ പോലെയുള്ള സ്പീഷീസുകളെല്ലാം ഷെഡ്യൂൾ 1-ലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത്രയും കോമൺ ആയിട്ടുള്ള സ്പീഷീസിനെ അല്ലെങ്കിൽ ലാർജർ നമ്പറിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസിനെ മാത്രമേ നമ്മൾ ഷെഡ്യൂൾ 2-ലൊക്കെ പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഷെഡ്യൂൾ 1 ആണോ ഷെഡ്യൂൾ 2 ആണോ ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആണല്ലോ പഠിക്കാന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മോസ്റ്റ്ലി നമ്മൾ കേൾക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രെട്ടൻഡ് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം ഷെഡ്യൂൾ 1-ൽ തന്നെയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പെടുത്തിയിരിക്കുന്നത്. സോ don't worry about it. And Project Snow Leopard 2009 ഇന്ത്യൻ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിമാലയൻ മൗണ്ടെയിൻസിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇതാണ് സ്നോ ലെപ്പേർഡിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ പിന്നെ ഫർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കർ ഫർ ആയിരിക്കും, കോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കർ കോട്ടായിരിക്കും. യു ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ടെയിൽ, അതിന്റെ ടെയിൽ നോക്കിയോ, ഭയങ്കര വണ്ണമുള്ള ടെയിലായിരിക്കും, നമുക്കത് കാല് പോലെ ഫീൽ ചെയ്യും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും അഡാപ്റ്റേഷൻസ് ആണ് ഈ പിന്നെ സ്നോ ലെപ്പേർഡിനുള്ളത്. യു ജസ്റ്റ് ഇമാജിൻ, ഈ 3000, 4000, 5000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പ്രെസിപ്പിറ്റസ് ഹില്ലിലാണ് ഇത് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇത് എന്തിനാ അത് ഫീഡ് ചെയ്യുന്നത്? അവിടെ കാണുന്ന ഗോഡ് സ്പീഷീസ്, ആന്റിലോപ്പുകൾ ഉണ്ടാവാം, ഡിയേഴ്സ് ഉണ്ടാവാം, ഐബെക്സുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരൊക്കെ അത്രയും അജയിലാണ്. ഈ അജയിലായിട്ടുള്ള ഈ പ്രേ പോപ്പുലേഷനെയൊക്കെ ഹണ്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള അഡാപ്റ്റേഷൻസ് അവർക്ക് വേണം. അപ്പോൾ യു ജസ്റ്റ് ഇമാജിൻ ദി സ്ട്രെങ്ത് ആൻഡ് കരിസ്മ ഓഫ് സ്നോ ലെപ്പേർഡ്. ഇതാണ് സ്നോ ലെപ്പേർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ. യു ക്യാൻ ഫൈൻഡ് ദാറ്റ് സ്നോ ലെപ്പേർഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് among the countries including India, Nepal, Bhutan, China, and along Pakistan, Afghanistan, Tajikistan, Kyrgyzstan, even in Mongolia, Russia. ഈ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ സ്നോ ലെപ്പേർഡ് റേഞ്ചിങ് കൺട്രീസ് ആണ്. സോ ഒന്നും മനസ്സിലാക്കിയിരിക്കുക, നോട്ട് ഓൺലി ഇൻ ഹിമാലയാസ്, മേലേക്ക് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റഷ്യ വരെയും ഈ സ്നോ ലെപ്പേർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ലെപ്പേർഡ് അല്ലെങ്കിൽ പാന്തീറ പാഡസ്. ലെപ്പേർഡ് നമ്മൾ നേരത്തെ ബിഗ്ഗസ്റ്റ് ഓഫ് ദ ബിഗ് ക്യാറ്റ് നമ്മൾ ടൈഗറിന്റെ കേസ് പറഞ്ഞു, എന്നാൽ സ്മോളസ്റ്റ് ഓഫ് ദ ബിഗ് ക്യാറ്റ്സ് ആണ് ലെപ്പേർഡ് എന്ന് പറയുന്നത്. അതിൽ ബിഗ് ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ്: ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ് ആൻഡ് ജാഗ്വാർ. ഈ 5 സ്പീഷീസിനാണ് നമ്മൾ ബിഗ് ക്യാറ്റ്സ് എന്ന് പറയുന്നത്. അത് എന്താണ് ഈ ബിഗ് ക്യാറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പേര് പറഞ്ഞ പോലെ സൈസ് അതിലൊരു ഫാക്ടറാണ്. സൈസ് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടറാണ് ഇവരെല്ലാവരും പാന്തീറ എന്നുള്ള ജീനസിലാണ് പെടുന്നത്. അതായത് നമ്മൾ പാന്തീറ പാഡസ്, പാന്തീറ ലിയോ, പാന്തീറ അൺസിയ, പാന്തീറ ടൈഗ്രസ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ഈ പാന്തീറ എന്നുള്ള ജീനസിലാണ് ഇവരെല്ലാം പെടുന്നത്. പക്ഷെ ചീറ്റ ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജീനസ് ആണ്, അത് അസിനോണിക്സ് എന്നുള്ള ജീനസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ബിഗ് ക്യാറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ലാർജർ ക്യാറ്റ്സ് ആണെന്ന് പറയുമെങ്കിലും അവർ പാന്തീറ ജീനസിൽ വരുന്ന ആൾക്കാരെയാണ് കുറച്ചുകൂടി ബിഗ് ക്യാറ്റ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ ഇല്ല, ചീറ്റയും എന്താ പറയുന്നത് ബിഗ് ക്യാറ്റ് ആണെന്ന് വാദിക്കാറുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഡിസ്പ്യൂട്ടബിൾ ആണ്. പക്ഷെ ഇതൊന്നും അറിഞ്ഞിരിക്കുക, പാന്തീറ എന്നുള്ള ജീനസിൽ വരുന്ന ലാർജർ ക്യാറ്റുകളാണ് പൊതുവെ ബിഗ് ക്യാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെപ്പേർഡിന്റെ കേസിൽ വരുമ്പോൾ അവർ പ്രൈമർലി നൊക്ടേണലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ ബാംഗ്ലൂരിൽ അർബൻ ഏരിയാസിൽ പുലി ഇറങ്ങി, നമ്മുടെ നാട്ടിൽ തന്നെ പുലി ഇറങ്ങി CCTV ക്യാമറയിൽ പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അത് മിക്കവാറും എപ്പോഴായിരിക്കും? രാത്രിയിലാണ്. ഇറ്റ്സ് ബിക്കോസ് ലെപ്പേർഡ് ഈസ് നൊക്ടേണൽ. ആൻഡ് ലെപ്പേർഡ് ഹാസ് എ കോട്ട് വേരിയേഷൻ. നമ്മൾ കളർ വേരിയേഷൻ നേരത്തെ പറഞ്ഞ പോലെ ലെപ്പേർഡിന് ഒരു കോട്ട് വേരിയേഷൻസ് കൂടിയുണ്ട്. അതിനെ ബ്ലാക്ക് പാന്തർ നമ്മൾ പറയും. ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരിമ്പുലി കേട്ടിട്ടുണ്ടാവും. കരിമ്പുലി
അതുപോലെ പുലി കേട്ടിട്ടുണ്ട്. ഈ കരിമ്പുലി എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ലെപ്പേർഡ് തന്നെയാണ്. ഈ മെലനിസ്റ്റിക് ആയിട്ടുള്ള കോട്ട് കളർ വരുമ്പോൾ മെലനിൻ പിഗ്മെന്റിന്റെ അതിപ്രസരം കാരണം കംപ്ലീറ്റ് കോട്ടും ബ്ലാക്ക് ആയി മാറുന്ന ഒരു ഫിനോമിനൻ ആണ്. അത് ജന്മനാ ഉണ്ടാകുന്ന ഒരു ജനറ്റിക്കൽ ആയിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി ആണ്. അതിനെയാണ് നമ്മൾ കരിമ്പുലി അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് സ്പീഷീസ് അല്ല, അത് ഈ പറയുന്ന ലെപ്പേർഡ് തന്നെയാണ് എന്നുള്ള കേസ്. ഇനി ഇന്ത്യയിലുള്ള ഇവരുടെ ലേറ്റസ്റ്റ് പോപ്പുലേഷൻ എസ്റ്റിമേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 13,000 ലെപ്പേർഡ്സ് ആണ് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. ലീഡ് ബൈ മധ്യപ്രദേശ് ഹാവിംഗ് 3,400 leopard in it, followed by Karnataka and Maharashtra. IUCN കാറ്റഗറിയിൽ വാൾണറബിൾ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ലെപ്പേർഡ്സിനെ പെടുത്തിയിരിക്കുന്നത്. So when coming to the distribution of leopard is distributed among Asia and African subcontinent and some parts of Europe as well. Historically യൂറോപ്പിലും കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ പോപ്പുലേഷനൊക്കെ അവിടെ നിന്ന് ഷ്രിങ്ക് ആയിട്ട് ഈ കാണുന്ന ലൈറ്റർ ഗ്രീൻ കളറിലുള്ള പോർഷനിലേക്കായിട്ട് പോക്കറ്റ്സിലേക്കായിട്ട് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ലെപ്പേർഡിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. Yes, and now next we are going to discuss great apes of the world. നമ്മൾ apes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കുരങ്ങുകളാണ്, അതായത് മനുഷ്യൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽ ആണ് ഏപ്പുകൾ എന്ന് പറയുന്നത്. അത് കുരങ്ങുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരുന്നു വെച്ചാൽ കുരങ്ങുകൾ കുറച്ചുകൂടി സൈസ് കുറഞ്ഞ ജീവികളാണ്, അവർക്ക് നല്ല വാലുണ്ടാവും. അതുപോലെ നോർമലി ആർബോറിയൽ ആവാം കുരങ്ങുകൾ വരുന്നത്. അപ്പോൾ ഏപ്പിന്റെ കേസിൽ അവർക്ക് ടെയിൽ ഉണ്ടാവില്ല. അവരുടെ ബ്രെയിൻ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി ഹോമിനിഡ് ആണ്, അതായത് കുറച്ചുകൂടി നമ്മൾ അപ്രൈറ്റ് സ്റ്റാൻസിൽ വരുന്ന എണീറ്റ് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഗ്രേറ്റ് ഏപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഗൊറില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കിങ് കോങ് സിനിമയിലൊക്കെ കാണുന്നതാണ് ഗൊറില്ല. പിന്നെ ഒബ്വിയസ്ലി ഹ്യൂമൻസ് ഉണ്ട്. അതുപോലെ ബോണബോ അല്ലെങ്കിൽ ചിമ്പാൻസി എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകൾ കൂടിയുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും രണ്ട് സ്പീഷീസ് ആണ്, ചെറിയ ഡിഫറൻസസ് ആണ് രണ്ടും തമ്മിലുള്ളത്, ബോണബോ ആൻഡ് ചിമ്പാൻസി. അപ്പൊ അതിന്റെ റെപ്രസെന്റേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഒറ്റയാളുടെ പടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദ ഫോർത്ത് വൺ ഈസ് ഒറാങ്ങുട്ടാൻ കാരണം നിങ്ങൾ പിന്നെ ആനിമൽ പ്ലാന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു എന്താ പറയാ ഒരു ബ്രൗണിഷ് ഓറഞ്ച് കോട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഒറാങ്ങുട്ടാൻ എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണുന്ന ഒരു സ്പീഷീസ് ആണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഗിബൺസ് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ് ഗിബൺ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. And coming to the distribution of apes in the world, chimpanzees and gorillas are found in African continent. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചിമ്പാൻസിയും ഗൊറില്ലയൊക്കെ ആഫ്രിക്കൻ സബ് കോണ്ടിനെന്റിലാണ് കാണുന്നത്. ബോണബോസ് അവിടെ തന്നെയാണ് കാണുന്നത്. When it comes to Asia, gibbons and orangutans are found in Asia. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹുലോ ഗിബണിനെ കുറിച്ചാണ്. ഹുലോ ഗിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്പിന്റെ കേസിൽ ഇന്ത്യയിൽ കാണുന്ന ഏക ഏപ്പ്. ഇപ്പോൾ പിന്നെ മനുഷ്യൻ കാണും, അത് ശരിയാണ്, പക്ഷെ മനുഷ്യൻ നമ്മളൊരു വൈൽഡ് ആനിമലായിട്ട് ഇപ്പോൾ പെടുത്താറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹുലോ ഗിബൺ ആണ് ഇന്ത്യയിൽ കാണുന്ന ഏക ഏപ്പ് സ്പീഷീസ് ആയിട്ട് പറയുന്നത്. അത് പിന്നെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 1 ഒബ്വിയസ്ലി ഷെഡ്യൂൾ 1-ലായിരിക്കും. അത് കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ പ്രധാനമായിട്ടും കാസിരംഗ, മനസ്, നംദഫ, നൊക്രക് നാഷണൽ പാർക്സിലാണ് ഈ ഹുലോ ഗിബൺസ് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഹുലോ ഗിബൺ എന്ന് പറയുന്നത്. അതൊരു ഹൗളിംഗ് പോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആ പുറകിൽ കാണുന്ന ബ്ലാക്ക് കളറുള്ള പിന്നെ ഗിബൺ അത് മെയിലും, ഫ്രണ്ടിൽ കാണുന്ന ഒരു ലൈറ്റർ കോട്ടുള്ള ഒരു പിന്നെ ബ്രൗണിഷ് ഷെയ്ഡുള്ള കോട്ടുള്ളത് ഫീമെയിലുമാണ്. നല്ല ഭംഗിയുള്ള തെയ്യത്തിനെ പോലെയൊക്കെ പിന്നെ മുഖത്ത് കുറിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഗിബൺ എന്ന് പറയുന്നത്. And the distribution, they are distributed among the northeastern Indian states as well as in Bangladesh. അവര് മ്യാൻമാറിന്റെ പോർഷനിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു പോപ്പുലേഷൻ നമ്മുടെ എന്താ പറയാ ഫാർ നോർത്ത് ഈസ്റ്റ് പിന്നെ അരുണാചലിലെയും ചൈനീസ് ടെറിട്ടറിയുടെ ഒക്കെ ഭാഗത്തൊക്കെ പണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രസൻസ് ഇപ്പൊ അൺസേർട്ടൺ ആയിട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ധാരണ കുറവാണ്. കാരണം ഓവിങ് ടു ദി സ്റ്റീപ്പ് ആൻഡ് റഗ്ഗഡ് ടെറൈൻ നമുക്ക് അവിടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ ഒക്കെ നടത്തുന്നതിനോ ഡിറ്റക്ഷൻ നടത്തുന്നതിനോ ബുദ്ധിമുട്ടുണ്ട്. So we don't know anything about that population.
ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് ബക്ക്. നമ്മൾ കൃഷ്ണമൃഗം എന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ സൽമാൻ ഖാൻ ഇടയ്ക്ക് പിന്നെ പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നല്ലോ, സൽമാൻ ഖാൻ ഒരു മാനെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ കക്ഷി ബ്ലാക്ക് ബക്ക്. അതിന് ഇന്ത്യൻ ആന്റിലോപ്പ് എന്ന് പറയും. ഇന്ത്യൻ ആന്റിലോപ്പ്, നിങ്ങൾ ആന്റിലോപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട. ആന്റിലോപ്പ് ഈസ് എ ക്ലോസ് റിലേറ്റീവ് ഓഫ് ഡിയർ. നമ്മൾ മാനുകളെ കുറിച്ച് പറയുമല്ലോ, മാനുകളെ കുറിച്ച് പറയുമ്പോൾ ആന്റിലോപ്പ് എന്ന് പറയുന്നത് മാനും തമ്മിൽ സാമ്യതയുള്ള രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. അല്ല, ആന്റിലോപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ നിങ്ങൾ ഈ ഫോട്ടോ കണ്ട് കൃഷ്ണമൃഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ രണ്ട് കൊമ്പാണ് ഇവർക്കുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ സ്പോട്ടഡ് ഡിയറയോ അല്ലെങ്കിൽ പുള്ളിമാനെയോ അല്ലെങ്കിൽ കലമാന അല്ലെങ്കിൽ സാമ്പാ ഡിയറിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൊമ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ആയിരിക്കും. ഈ ബ്രാഞ്ചഡ് ആയിട്ടുള്ള കൊമ്പുകളെയാണ് നമ്മൾ ആന്റ്ലേഴ്സ് എന്ന് വിളിക്കുന്നത്, ആന്റ്ലേഴ്സ്. പക്ഷെ നേരെ മറിച്ച് ഈ കാണുന്ന സിംഗിൾ ആയിട്ടുള്ള, അതായത് പെയർ ആയിട്ടുള്ള വിത്തൗട്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ള കാണുന്ന കൊമ്പുകളെ നമ്മൾ ഹോൺ എന്ന് വിളിക്കും. നമ്മൾ പിന്നെ പശുവിലൊക്കെ കാണുന്നത് ഹോൺ തന്നെയാണ്, ആടിൽ കാണുന്നത് ഹോണാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബ്രാഞ്ചഡ് അല്ല, ഈ ഹോൺസ് ഒന്നും ബ്രാഞ്ചഡ് ആയിരിക്കില്ല. വേറൊന്ന്, ഇത് പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. വൺസ് ഇത് പിന്നെ മുളച്ച് പൊന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കൊഴിഞ്ഞു പോകുന്നൊരു സ്വഭാവക്കാരല്ല. നേരെ മറിച്ച് നമ്മൾ സ്പോട്ടഡ് ഡിയറിലൊക്കെ കാണുന്ന ആന്റ്ലേഴ്സ് ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു പോകും. നെക്സ്റ്റ് സീസണിൽ വീണ്ടും എമർജ് ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ദ ഡിഫറൻസ് ബിറ്റ്വീൻ horn and antlers. And the antelope are a species of deers that have horns. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ബ്ലാക്ക് ബക്ക് ഇന്ത്യയിലും നേപ്പാളിലും ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. അവർ ചീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആനിമൽ ആണ് ബ്ലാക്ക് ബക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ ഡയണൽ ഇൻ അവരുടെ ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ ഡയണൽ ആണ്. അവർ പൊതുവെ പകൽ തന്നെയാണ് ഫീഡ് ചെയ്യുന്നതും പിന്നെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ പകലാണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഷെഡ്യൂൾഡ് 1 ആണ് WPA. ഇന്ത്യയിലും പ്രധാനമായിട്ട് 2 സാങ്ച്വറീസിന്റെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. വെൽവെദാർ ബ്ലാക്ക് ബക്ക് സാങ്ച്വറി ഗുജറാത്തിൽ കാണുന്ന ഒരു സാങ്ച്വറിയാണ്. അതേപോലെ തമിഴ്നാട്ടിൽ കാണുന്ന പോയിന്റ് കാലിമർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ 2 സാങ്ച്വറിയിലും ബ്ലാക്ക് ബക്കിന്റെ പോപ്പുലേഷൻ ഉണ്ട്. പ്രധാനമായിട്ട് ഇന്ത്യയുടെ ഒരു സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ പോലെയുള്ള ഗുജറാത്ത് ഭാഗത്തും അതേപോലെ സൗത്ത് ആന്ധ്രാപ്രദേശ് തമിഴ്നാടിന്റെ കുറച്ച് ഭാഗത്തും ബ്ലാക്ക് ബക്കിന്റെ ഒക്കെ പോപ്പുലേഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ the one having horn is a male and the other without the horn is a female. അതിന്റെ കോട്ട് കളറൊക്കെ നിങ്ങൾ വ്യത്യാസം കണ്ടോ? കുറച്ചുകൂടി ഡാർക്കർ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് ടോൺ വരുന്ന അല്ലെങ്കിൽ ബ്ലാക്കർ ടോൺ ആയിരിക്കും അവിടെ മെയിൽസിനുള്ളത്. ഫീമെയിൽസ് ആണെങ്കിൽ കുറച്ചുകൂടി ബ്രൗണർ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് സ്പീഷീസ് ഈസ് ബാരസിംഗ or it's otherwise called swamp deer. അപ്പൊ swamp deer എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സ്വാമ്പിൽ കാണുന്ന ഒരു മാനാണ് ബാരസിംഗ എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിയർ ആണ്. ഭയങ്കര ബ്രാഞ്ചസ് ഒക്കെ ഉള്ള കൊമ്പായിട്ട് ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ഫറി ആയിട്ടുള്ള ഒരു ആനിമലാണ് ബാരസിംഗ എന്ന് പറയുന്നത്. നമുക്കിത് കാണുമ്പോൾ നമുക്ക് കലമാനൊക്കെ ആയിട്ട് സാമ്യം തോന്നും. നമ്മുടെ മ്ലാവ് എന്ന് പറയുന്ന സാമ്പാർ ഡിയറുമായിട്ടൊക്കെ നമുക്ക് സാമ്യം തോന്നും. പക്ഷെ അതിന്റെ ഫർ ആണെങ്കിലും പിന്നെ സ്നൗട്ടിന്റെ മുഖത്തുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ആന്റ്ലറിന്റെ ഒക്കെ സ്പീഷീസ് ആണെങ്കിലും ഡിഫറെന്റ് ആണ്. ഇതൊരു ഡിഫറെന്റ് സ്പീഷീസ് തന്നെയാണ്. മാത്രമല്ല ഇത് പ്രിഫർ ചെയ്യുന്നത് സ്വാമ്പുകളാണ് അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡും ചതുപ്പുകളുമാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. നേരെ മറിച്ച് സാമ്പാർ ഡിയർ ഫോറസ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദ IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറി വൾണറബിൾ ആയിട്ടാണ് നമ്മൾ സാമ്പ് ഡിയറിനെ പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ആനിമൽ ഓഫ് മധ്യപ്രദേശ്. വെൽ ബ്രാഞ്ചഡ് ആന്റ്ലേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് മെയിനായിട്ട് കാണുന്നത് വെറ്റ് ഗ്രാസ് ലാൻഡ്സ് ആൻഡ് മാഷി ഏരിയാസിലാണ്. പ്രധാനമായിട്ടും കൻഹ നാഷണൽ പാർക്ക് എവിടെയാ നമ്മുടെ മധ്യപ്രദേശിലുള്ള കൻഹ നാഷണൽ പാർക്കിലാണ് സ്വാമ്പ് ഡിയേഴ്സിനെ കാണാറുള്ളത് പൊതുവെ. അതേപോലെ ദുധ്വ ടൈഗർ റിസർവ്, യു ഷുഡ് നോട്ട് ദാറ്റ് ഉത്തർപ്രദേശിലുള്ള ദുധ്വ ടൈഗർ റിസർവിലും ഈ പറയുന്ന ബാരസിംഗനെ കാണാറുണ്ട്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാരസിംഗ. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ഉത്തർപ്രദേശ്, നേപ്പാളിന്റെ ചില ഭാഗത്തൊക്കെ പിന്നെ ബാരസിംഗയുണ്ട്. അതേപോലെ നിങ്ങൾ താഴെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചെറിയൊരു പോർഷൻ, അതായത് മധ്യപ്രദേശിന്റെ ഈ ഒരു ഭാഗം, അത് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കൻഹ നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. അവിടെയും ബാരസിംഗയുടെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ ഭൂട്ടാന്റെ ഈ ഒരു ഭാഗത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാരസിംഗയുടെ ചെറിയൊരു പോപ്പുലേഷൻ കാണാം. ആൻഡ് നെക്സ്റ്റ് ഈസ് നീൽഗിരി താർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വരയാട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് നീലഗിരി താർ എന്ന് പറയുന്നത്. നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്, കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്കിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും നീലഗിരി താറിനെയാണ് അവർ മെയിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്.
അത് ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ക്ലിഫിലാണ് നമ്മുടെ പിന്നെ നീലഗിരി താറുള്ളത്. എന്തിനാ അത് വരയാട്? നിങ്ങൾ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വരയാടിന്റെ ഫോട്ടോ, പക്ഷെ ഇതിന് വരകളൊന്നും ഇല്ല. ബട്ട് വൈ ഇറ്റ് ഈസ് കോൾഡ് വരയാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് തമിഴന്മാരാണ് ഇവർക്ക് ഈ പേരിട്ട് കൊടുത്തേക്കുന്നത്. അതായത് വരയെന്ന് തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുന്ന് എന്നർത്ഥം, അല്ലെങ്കിൽ മല, അല്ലെങ്കിൽ ക്ലിഫ് എന്നർത്ഥം. അപ്പോൾ ക്ലിഫിൽ കാണുന്ന ആട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ വരയാടിന് പിന്നെ ആ ഒരു പേര് കൊടുത്തേക്കുന്നത്. അത് തന്നെ നമ്മൾ മലയാളികൾ അഡോപ്റ്റ് ചെയ്തു. സോ ജസ്റ്റ് അതിന്റെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 3100 സ്പീഷീസ് ആണ് റീസെന്റ് എസ്റ്റിമേറ്റ്സിൽ നീലഗിരി താറിന്റെ പോപ്പുലേഷൻ. അപ്പൊ ഇത് കറക്റ്റ് നിങ്ങൾ ആ ഫിഗേഴ്സ് ഒന്നും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. ബട്ട് ജസ്റ്റ് അവർ ഏകദേശം എത്രയൊരു 3000 ആണ് അതിന്റെ പോപ്പുലേഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഇറ്റ് ക്ലാസിഫൈഡ് അണ്ടർ എൻഡേഞ്ചേർഡ് കാറ്റഗറി. ആൻഡ് ദ നീലഗിരി താർ ഈസ് എൻഡമിക് ടു വെസ്റ്റേൺ ഘാട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലോകത്തില് വേറെ എവിടെയും മഷിയിട്ട് നോക്കിയാലും നിങ്ങൾക്ക് നീലഗിരി താറിനെ കാണാൻ പറ്റില്ല, എക്സെപ്റ്റ് ഇൻ വെസ്റ്റേൺ ഘാട്ട്. വെസ്റ്റേൺ ഘാട്ടിന്റെ വളരെ ചെറിയൊരു പോർഷനിൽ 3000-ഓളം എണ്ണമാണ് നമ്മുടെ നീലഗിരി താറുള്ളത്. ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് താർ ഈസ് നോട്ട് എൻഡമിക് ടു വെസ്റ്റേൺ ഘാട്ട്. താർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. അതിൽ നീലഗിരി താറാണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ എൻഡമിക് ആയിട്ടിരിക്കുന്നത്. വി ഹാവ് എ ഹിമാലയൻ താർ ഓൾസോ, which situated in Himalayan regions, and we have the third species Arabian Thar. അറേബ്യയിൽ കാണുന്ന ഡെസേർട്ടിലുള്ള ഒരു മൂന്നാമതൊരു സ്പീഷീസ് കൂടി നമുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദിസ് ഈസ് എ ഹാബിറ്റാറ്റ് ഓഫ് നീലഗിരി താർ, ആൻഡ് ഇറ്റ് ഈസ് ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡിലാണ് കാണുന്നത്. ഇതാണ് വരയാട് എന്ന് പറയുന്നത്. ഈ വരയാടിന്റെ പ്രത്യേകത, അതിന്റെ നിങ്ങൾ കൊമ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു പുറകിലേക്ക് വളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കൊമ്പാണ്. പിന്നെ നല്ലൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ കഥ കഴിയാൻ പറ്റുന്ന ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആടാണ് നമ്മുടെ വരയാട് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന ആടിന്റെ കൊമ്പാണെങ്കിൽ അപ്പറേറ്റ് ആയിട്ട് മേലേക്കാണ് ഉണ്ടാവുക. പക്ഷെ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറകിലേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു കൊമ്പാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. Let's discuss a question, previous year question. Which one of the following protected areas is well known for the conservation of a subspecies of the Indian swamp deer, Barsinga, that thrives well on hard ground and is exclusively graminevorous? Graminevorous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് കഴിക്കുക. അതായത് നമ്മൾ നോർമൽ ഹെർബിവോറസ് ഒക്കെ ഗ്രാമിനിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. ഗ്രാസസിനെ ഫീഡ് ചെയ്യുന്ന ഇതിനെയാണ് ഗ്രാമിനിവോറസ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കൻഹ, മനസ്, മുതുമലൈ ആൻഡ് പാൽ ചപ്പർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ബാർസിംഗ കാണുന്നത് കൻഹ നാഷണൽ പാർക്കിലാണ്. സോ ആൻസർ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവർ ഡോൾഫിൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം കടലിൽ ഡോൾഫിൻസ് കാണും, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ട് റിവേഴ്സിലും ഡോൾഫിൻസ് കാണുന്നുണ്ട്. നമുക്ക് 2-3 ഡോൾഫിൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ കാണുന്ന ഒരു റിവർ ഡോൾഫിൻ ആണ് ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ. As a name indicate, it normally found in or it lives in Ganga. നമ്മൾ ഗംഗാ നദിയുടെ പല ഭാഗങ്ങളിലുമായിട്ടാണ് പിന്നെ ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ ഉള്ളത്. ഇത് ഇയാള് പിന്നെ ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് സുസു എന്നുള്ളൊരു ശബ്ദമാണ് ഇത് ഉണ്ടാക്കുക പൊതുവെ. അപ്പോൾ ശുശു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിപ്പോയല്ലോ. അപ്പൊ അതുപോലെ സുസു എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം പോലെയാണ് ഇതിന്റെ ശബ്ദം എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ലോക്കലി ആൾക്കാർ ഇതിനെ സുസു എന്നാണ് വിളിക്കുക ഉത്തർപ്രദേശിലൊക്കെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. ഇത് മെയിനായിട്ട് കാണുന്ന ഗാൻജസ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റത്തിലാണ്. വിക്രംശില സാങ്ച്വറിയിൽ നമ്മുടെ ഗാൻജറ്റിക് ഡോൾഫിനെ അവര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതൊരു ഫ്രഷ് വാട്ടർ ഡോൾഫിൻ ആണ്. അതേപോലെ ബ്ലൈൻഡ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്കോലൊക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് പൊതുവെ ഈ പറയുന്ന ഈ ആനിമൽസ് ഒക്കെ, മറൈൻ മാമൽസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ എക്കോലൊക്കേഷൻ വഴി അവരൊരു അൾട്രാസോണിക് സൗണ്ട് എമിറ്റ് ചെയ്യും. അത് തിരിച്ച് പിന്നെ ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വരുന്നത് അനലൈസ് ചെയ്തിട്ടാണ് അവര് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഇര തേടുന്നത്. സോ ദേ റിലേ ഓൺ എക്കോലൊക്കേഷൻ ആൻഡ് ആർ ഫങ്ഷണലി ബ്ലൈൻഡ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ നാഷണൽ അക്വാട്ടിക് ആനിമലാണ് കേട്ടോ ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ. അറൌണ്ട് 2010 ശേഷമാണ് ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ നമ്മൾ നാഷണൽ അക്വാട്ടിക് ആനിമൽ ആക്കിയിട്ട് മാറ്റുന്നത്. And the second
സ്പീഷീസ് ഓഫ് റിവർ ഡോൾഫിൻ ഈസ് ഇൻഡസ് റിവർ ഡോൾഫിൻ. നമ്മൾ ഗംഗയിൽ നമ്മൾ റിവർ ഡോൾഫിൻ കാണുന്നതെന്ന് പറഞ്ഞല്ലോ, അത് ബ്രഹ്മപുത്രയിലും കാണുന്നത് സെയിം, കാരണം രണ്ട് കണക്റ്റഡ് ആണ്. എന്നാൽ ഇൻഡസിൽ വരുമ്പോഴത്തേക്കും ദർ ഇസ് അനദർ സ്പീഷീസ് ദാറ്റ് ഈസ് ഇൻഡസ് റിവർ ഡോൾഫിൻ. അത് മെയിനായിട്ട് കാണുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുള്ള ഇൻഡസിലാണ്. പാകിസ്ഥാന്റെ കുറച്ചുകൂടി സദേൺ പോർഷനിൽ കാണുന്ന ഇൻഡസിന്റെ പോർഷനിലാണ് ഇൻഡസ് റിവർ ഡോൾഫിൻ ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ തന്നെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ബിയാസ് റിവറിലും ഇൻഡസ് റിവർ ഡോൾഫിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് ഡോൾഫിൻ ഈസ് ഇറവാഡി ഡോൾഫിൻ. ഇറവാഡി ഡോൾഫിൻ കാണുന്നത് മെയിനായിട്ടും നമ്മുടെ സൗത്ത് ഏഷ്യനിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷണലിലും കാണുന്ന കോസ്റ്റുകളിലും അതേപോലെ മെയിനായിട്ട് 3 റിവറുകളാണ്. നിങ്ങൾ ഈ റിവറിന്റെ പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അയ്യർ വാടി, മ്യാൻമാറിൽ കാണുന്ന ഒരു റിവറാണ്. ഈ അയ്യർ വാടി എന്നായിരിക്കും ഇറാവാഡി എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക, അയ്യർ വാടി. ആൻഡ് ദ സെക്കൻഡ് റിവർ ഇസ് ദ മെക്കോങ് റിവർ. മെക്കോങ് റിവർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റിവർ സിസ്റ്റം ഓർ റിവർ ഇൻ വെൻ ഇറ്റ് കംസ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ലൈഫ് ലൈൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു റിവറാണ് മെക്കോങ് റിവർ. ആൻഡ് ദ തേർഡ് റിവർ ഈസ് മഹാക്കം. ഈ 3 റിവറിലാണ് ഇറവാഡി ഡോൾഫിൻസ് കാണുന്നത്. അത് കൂടാതെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോസ്റ്റൽ റീജിയണിൽ ഇറവാഡി ഡോൾഫിൻ കാണുന്നത്. ഇന്ത്യയിൽ ഇന്ന് ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇന്ത്യയിൽ മെയിനായിട്ട് കാണുന്നത് ഈ പിന്നെ പറയുന്ന നമ്മുടെ ബേ ഓഫ് ബംഗാളിലെ കോസ്റ്റിൽ, എവിടെ നമ്മുടെ പശ്ചിമ ബംഗാൾ ഒഡീഷ ഭാഗത്ത് കാണുന്ന ബേ ഓഫ് ബംഗാളിലെ കോസ്റ്റിലാണ് ഇറവാഡി ഡോൾഫിൻസ് ഉള്ളത്. അതുപോലെ തന്നെ ചിലിക്ക ലേക്കിലും കാണുന്നു. ചിലിക്ക ലേക്ക് എന്ന് പറഞ്ഞ ഒരു ലഗൂണാണ്, ഒരു പിന്നെ നമ്മുടെ കോസ്റ്റിൽ നിന്ന് മാറി തൊട്ടകത്ത് തന്നെ ഭയങ്കര ലാർജ് ആയിട്ടുള്ള ലേക്കാണ് ചിലിക്ക ലേക്ക് എന്ന് പറയുന്നത്. സാൾട്ട് വാട്ടർ ലേക്കാണ്. ഈ ചിലിക്ക ലേക്കിലും കോസ്റ്റിന്റെ വിസിനിറ്റി കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇറവാഡി ഡോൾഫിൻസിനെ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ഫോട്ടോസ്. ഭയങ്കര രസമുള്ള പിന്നെ സ്പീഷീസ് ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സ്നൗട്ട് ഉണ്ടല്ലോ ഇവരുടെ. ഈ പിന്നെ ഗാൻജറ്റിക് റിവർ ഡോൾഫിന്റെയും ഇൻഡസ് റിവർ ഡോൾഫിന്റെയും സ്നൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വായു മൂക്കൊക്കെ ഉൾപ്പെടുന്ന പിന്നെ പോർഷനാണ്, ഫേസിന്റെ പോർഷനാണ് സ്നൗട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് സ്നൗട്ട് ആബ്സെന്റ് ആണ്. ഇപ്പോൾ പട്ടിയുടെ കേസിൽ സ്നൗട്ട് കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആണ്, പൂച്ചയുടെ കേസിൽ സ്നൗട്ട് ആബ്സെന്റ് ആണ്. അപ്പൊ ഈ ഗാൻജറ്റിക് ആൻഡ് ഇൻഡസ് റിവർ ഡോൾഫിൻസ് ഹാസ് ഗോട്ട് എ ലോങ്ങർ സ്നൗട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ ഇറവാഡി ഡോൾഫിന്റെ കേസിൽ ദേ ഡോണ്ട് ഹാവ് എനി സ്നൗട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ആനിമലാണ് ഇറവാഡി ഡോൾഫിൻ. നിങ്ങൾ ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദി നാഷണൽ അക്വാറ്റിക് ആനിമൽ ഓഫ് ഇന്ത്യ? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. നാഷണൽ അക്വാറ്റിക് ആനിമൽ ഈസ് നൺ അതർ ദാൻ ദി Gangetic river dolphin. So answer C is the correct answer. വേറൊരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് പെയർസ് ഓഫ് വൈൽഡ് ലൈഫ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. അതായത് താഴെ കാണുന്ന പെയർസ് ഓഫ് വൈൽഡ് ലൈഫിൽ നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് നോക്കുക. ബ്ലൂ ഫിൻഡ് മഹസീർ, കാവേരി റിവർ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല, ബട്ട് നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം അറിയാത്തതുകൊണ്ട് നമ്മളതൊന്ന് പിന്നെ ഒന്ന് സെറ്റ് സൈഡ് പുറത്തേക്കൊന്ന് സൈഡിലേക്ക് വെക്കുക. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഇറവാഡി ഡോൾഫിൻ. ഇറവാഡി ഡോൾഫിൻ കാണുന്നത് ചമ്പൽ റിവർ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കി ചമ്പൽ റിവറിൽ കാണുന്നത് ഗാൻജറ്റിക് ഡോൾഫിൻ ആണ്, ഇറവാഡി അല്ല. ഇറവാഡി കാണുന്നത് ചിലിക്ക ലേക്കിലാണ്. സോ ദ ഓപ്ഷൻ 2, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്, റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് ഈസ്റ്റേൺ ഗാർഡ്സിലാണെന്നാണ് പറയുന്നത്. നമുക്ക് വലിയ പിന്നെ ധാരണയില്ല അതിനെ കുറിച്ചിട്ട്. ബട്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞല്ലോ. തെറ്റാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ സി, നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് എല്ലാ സ്പീഷീസിനെ കുറിച്ചും നമുക്ക് ധാരണ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ അറിയാവുന്ന ആൻസേഴ്സ് വെച്ചിട്ട്, അറിയാവുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് എലിമിനേഷൻ പ്രോസസ്സിൽ കൂടി വേണം ആൻസറിലെത്താൻ വേണ്ടിയിട്ട്. സോ ഹിയർ ലക്കിലി വി നോ ദാറ്റ് ദ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ് ആൻഡ് ഹെൻസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സ്പീഷീസ് ഓഫ് ക്യാറ്റ് ആണ്. ആ ക്യാറ്റ് പിന്നെ എന്താ പറയാ, ഈസ്റ്റേൺ ഗാർഡ്സും വെസ്റ്റേൺ ഗാർഡിലൊക്കെ കാണുന്ന ഒരു വളരെ കുഞ്ഞായിട്ടുള്ള ഒരു ക്യാറ്റ് സ്പീഷീസ് ആണ് റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്. അതുപോലെ ബ്ലൂ ഫിൻഡ് മഹസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസ് ഓഫ് ഫിഷ് ആണ്. അത് മെയിനായിട്ട് കാവേരി റിവറിലാണ് കാണുന്നത്. മഹസീർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡ്യൂഗോങ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ പേര് കേട്ടിട്ട് പിന്നെ ഞെട്ടൊന്നും വേണ്ട. ഡ്യൂഗോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടൽ പശു എന്ന് പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സീ കൗ എന്ന് പറയും.
അപ്പോൾ അതൊരു മറൈൻ മാമലാണ്, നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം പശുവിനൊക്കെ പോലെ തോന്നാം, പക്ഷെ നീന്തുന്ന പശു എന്ന് വേണമെങ്കിൽ പറയാം. മറൈൻ മാമലാണ്, സീക്കോ എന്ന് പറയും. അവര് പശുവിനെ പോലെ തന്നെ ഹെർബിവോറസ് ആണ്. ഹെർബിവോറസ് എന്ന് പറയുമ്പോൾ മറൈൻ മാമല് ഹെർബിവോർ എന്ന് പറഞ്ഞാൽ എന്താണ് അവരപ്പോ പൊതുവെ കഴിക്കുക? അവര് സീ ഗ്രാസസിനെയാണ് ഫീഡ് ചെയ്യുക. നമ്മുടെ പിന്നെ സീ ഫ്ലോറിൽ ധാരാളം ഗ്രാസസ് ഉണ്ടാവും, സീ ഗ്രാസസ്. ഈ സീ ഗ്രാസസിനെയാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ കടലിന്റെ ഹെൽത്ത് സൂക്ഷിക്കുന്ന ഹെർബിവോർ ആണ് ഈ സീക്കോ എന്ന് പറയുന്നത്. അവര് സോഷ്യൽ ആനിമലാണ്. പലപ്പോഴും നമ്മൾ 2, 4, 5 ഗ്രൂപ്പായിട്ടാണ് പലപ്പോഴും ഡ്യൂഗോങ്സിനെ കാണുക. അതേപോലെ IUCN വൾണറബിൾ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് ഇവർ എവിടെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് സദേൺ ഈസ്റ്റ് കോസ്റ്റിലാണ് ഇവർ കാണുന്നത്. വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറേബ്യൻ സീയുടെ കോസ്റ്റിൽ, ഇന്ത്യയിൽ അറേബ്യൻ സീയുടെ കോസ്റ്റിൽ ഇവർ മെയിനായിട്ട് ത്രൂ ഔട്ട് കാണുന്നുണ്ട്. അതേപോലെ വെൻ ഇറ്റ് കംസ് ടു ദ ഈസ്റ്റ് കോസ്റ്റ് അവർ സദേൺ ഈസ്റ്റ് കോസ്റ്റ്, അതായത് തമിഴ്നാടിന്റെ കോസ്റ്റിലാണ് കാണുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ത്യയിലെ ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ സാങ്ച്വറി, തമിഴ്നാട്ടിലുള്ള സാങ്ച്വറിയിലാണ് നമ്മുടെ ഡ്യൂഗോങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. And there is a PVQ with regards to dugong. With reference to dugong, a mammal found in India, which of the following statements are correct? First statement is, it is a herbivorous marine animal. നമ്മൾ പറഞ്ഞല്ലോ, ജസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഹെർബിവോറസ് മറൈൻ ആനിമൽ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ്, ഇറ്റ് ഈസ് ഫൗണ്ട് അലോങ് ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് ഇന്ത്യ. എൻറ്റയർ ഇന്ത്യൻ കോസ്റ്റിൽ അത് കാണുന്നുണ്ടോ? നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈസ്റ്റ് കോസ്റ്റിന്റെ കേസിൽ തമിഴ്നാട് കോസ്റ്റിലാണ് ഇവർ കാണുന്നത്, നേരെ മറിച്ച് ബാക്കിയുള്ള ബേ ഓഫ് ബംഗാൾ കോസ്റ്റിൽ ഇവർ കാണുന്നില്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. And the third statement is, it is given legal protection under Schedule 1 of the Wildlife Protection Act 1972. നമ്മൾ പറഞ്ഞല്ലോ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്, മറൈൻ മാമൽ ആണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പിന്നെ നമ്മുടെ Schedule 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലായിരിക്കും ഇവർ പെടുത്തിയിട്ടുണ്ടാവുക. സോ ദി സ്റ്റേറ്റ്മെന്റ് 3 ക്യാൻ ബി ട്രൂ ഓൾസോ. ബട്ട് നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 എന്തായാലും കറക്റ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. സോ ഓപ്ഷൻ A and option B can be eliminated. And നമ്മൾ സിയും ഡിയും ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അത് ശരിയായി വരുന്ന ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ C. Both 1 and 3 are correct. The next is great hornbill. നമ്മൾ മലയാളത്തിൽ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ് ഗ്രേറ്റ് ഹോൺബിൽ അല്ലെങ്കിൽ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് ഫാമേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ദേ ആർ റോൾ ഇൻ സീഡ് ഡിസ്പേഴ്സൽ. ആ ഒരു റോളിലുകൊണ്ടാണ് അവര് ഫാമേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. യു ജസ്റ്റ് ഇമാജിൻ, ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒരു ഹെവിയർ ബേർഡാണ് ഈ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതർ വേഴാമ്പലും ഭയങ്കര സൈസ് ആയിട്ടുള്ള വേഴാമ്പൽസ് ആണ് എല്ലാം ഉള്ളത് നമുക്ക്. അപ്പൊ ഇത്രയും പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ധാരാളം ഇവർക്ക് ഫുഡ് വേണം. ഈ ഫുഡ് ഇവർ ഗ്യാദർ ചെയ്യുന്നത് മെയിനായിട്ട് ഫ്രൂട്ട്സിൽ നിന്നാണ്. ധാരാളം സഞ്ചരിക്കണം, വാസ്റ്റ് ഏരിയാസ് ഓഫ് ഫോറസ്റ്റ് സഞ്ചരിച്ചിട്ട് ധാരാളം ഫുഡ് ഗ്യാദർ ചെയ്തിട്ട് ഈ ഫുഡ് ഗ്യാദർ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എവിടെയൊക്കെ ഡിഫിക്കറ്റ് ചെയ്യണം അവർക്ക്. അവിടെ എവിടെയൊക്കെ ഡിഫിക്കറ്റ് ചെയ്യും, പിന്നെയും ഫുഡ് ഗ്യാദർ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ എൻറ്റയർ ഫോറസ്റ്റിൽ അവർ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഫാമേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് എന്നുള്ള വിളിപ്പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദേ ആർ സ്റ്റേറ്റ് ബേർഡ് ഓഫ് ബോത്ത് കേരള ആൻഡ് അരുണാചൽ പ്രദേശ്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, കേരള എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാഡ്സിന്റെ പാർട്ടിൽ അപ്പോൾ നമ്മുടെ ഹോൺബിൽ കാണുന്നുണ്ട്. അതുപോലെ അരുണാചൽ, അപ്പൊ നോർത്ത് ഈസ്റ്റേൺ പോർഷനിലുള്ള പിന്നെ ഫോറസ്റ്റിലും നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽ കാണുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ഗ്രേറ്റ് ഹോൺബിൽ കാണില്ല. നോർത്ത് ഈസ്റ്റിൽ കാണാം, അതുപോലെ വെസ്റ്റേൺ ഗാഡ്സിലും കാണാം. ആൻഡ് ദേ ഈറ്റ് പ്രിഡോമിനന്റ്ലി ഫ്രൂട്ട്സ് അലോങ് വിത്ത് ഇൻസെക്ട്സ് ആൻഡ് അതർ സ്മോൾ റെപ്റ്റൈൽസ്. ചെറിയ ഓന്ത്, അല്ലി, പല്ലി, അരണ പോലുള്ള പിന്നെ സാധനങ്ങൾ ഇവര് ആഹരിക്കാറുണ്ട്. They are found in forests of Western Ghats and Northeast. And they are classified under vulnerable category of IUCN Red List. Just look at the different species of hornbills found around the world. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്പീഷീസ് ഓഫ് ഹോൺബിൽസ് നമുക്ക് ലോകത്തിലുണ്ട്.
ആൻഡ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ആഫ്രിക്കൻ കോണ്ടിനെന്റും ഏഷ്യൻ കോണ്ടിനെന്റിലാണ് അവർ മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ലോകത്തിലുള്ള ഹോൺബിൽസിന്റെ പോപ്പുലേഷൻ നോക്കുമ്പോഴത്തേക്കും ധാരാളം സ്പീഷീസ് നമുക്ക് ലോകത്തിലുണ്ട്. അതിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഇവിടെയൊക്കെയാണ് ഹോൺബിൽസ് കാണുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് ഹോൺബിൽസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹത്തിനാണ് നമ്മൾ റൈനോസറസ് ഹോൺബിൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ പെക്യുലിയർ ഷേപ്പ് ഓഫ് ദ ക്യാസ്ക്, അതിന്റെ തൊട്ട് മേലെ കാണുന്ന പോർഷനാണ് നമ്മൾ ക്യാസ്ക് എന്ന് പറയുന്നത്. ആ ക്യാസ്കിന്റെ ഒരു പെക്യുലിയർ ഷേപ്പ് കാരണം റൈനോസറസ് ഹോൺബിൽ എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഹോൺബിൽസ് ആ ഫൗണ്ട്. ഈ കാണുന്നത് ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ എന്ന് പറയും, ഇത് മലബാർ ഗ്രേ ഹോൺബിൽ എന്ന് പറയും, റീത്തഡ് ഹോൺബിൽസ് ആർ ഹിയർ. സോ ഡിഫറെന്റ് ഹോൺബിൽസ് ആർ ഫൗണ്ട് അറൌണ്ട് ദ വേൾഡ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. And when it comes to the previous year question, in which of the following regions of India are you most likely to come across a great Indian hornbill in its natural habitat? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിലിനെ ഇന്ത്യയിലെ ഏത് ഹാബിറ്റാറ്റിലാണ് കാണുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിൽ കൂടി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. അത് ലാർജ് ബേർഡാണ്, കാട്ടിലാണ് കാണുക എന്ന് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ തന്നെ. അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ സാൻഡ് ഡെസേർട്ട് ഓഫ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹയർ ഹിമാലയസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, അത് പ്രസിപ്പിറ്റസ് ആയിട്ടുള്ള ഹിൽസ് ഉള്ള ഹിമാലയൻ റീജിയൻസിലാണ് കാണുക, അത് റോങ് ആൻസർ ആണ്. സോൾട്ട് മാർഷസ് ഓഫ് വെസ്റ്റേൺ ഗുജറാത്ത്, സോൾട്ട് മാർഷസിലല്ല കാണുക, അതും റോങ് ആണ്. വെസ്റ്റേൺ ഘാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. വെസ്റ്റേൺ ഘാട്ടിൽ മെയിനായിട്ട് നിങ്ങൾക്ക് നെല്ലിയാമ്പതിയിലൊക്കെ, പാലക്കാട് നെല്ലിയാമ്പതിയിലൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ, അതുപോലെ അതിരപ്പള്ളിയിലൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്കിലി, ഇഫ് യു ആർ ലക്കി, നിങ്ങൾക്ക് ഗ്രേറ്റ് ഹോൺബിലിനെ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയുള്ള ഒരു ബേർഡാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പക്ഷിയാണ്. അത് പറക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാവും. ഈ ചിറകടിക്കുമ്പോൾ ഒച്ചയുണ്ടാകുന്നത് കൊണ്ടാണ് അതിന് മലമ്പുഴയ്ക്ക് വേഴാമ്പൽ എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അപ്പൊ അത് റിസൈഡ് ഇൻ ലാർജ് സ്ട്രെച്ച് ഓഫ് എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പം അത് പറക്കുന്ന സമയത്ത് ആ മല മുഴുവൻ അതിന്റെ പ്രകമ്പനം കേൾക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മലമ്പുഴയ്ക്ക് വേഴാമ്പൽ എന്നുള്ള ഒരു പേര് വരാൻ കാരണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ട്രിവിയാണ്. ആൻഡ് ദ നെക്സ്റ്റ് സ്പീഷീസ് ഈസ് വൾച്ചേഴ്സ്. നമ്മൾ വൾച്ചേഴ്സിന്റെ കേസ് പറയുമ്പോൾ ദേ ആർ സ്കാവഞ്ചേഴ്സ് ആൻഡ് നോട്ട് എ റാപ്റ്റർ. അതായത് വൾച്ചർ എന്ന് പറഞ്ഞാൽ ഇരപിടിയൻ ആയിട്ടുള്ള ഒരു ബേർഡ് അല്ല, അല്ലെങ്കിൽ റാപ്റ്റർ ആയിട്ടുള്ള, പരുന്തിനെ പോലെയുള്ള, ഈഗിളിനെ പോലെയുള്ള ഒരു റാപ്റ്റർ അല്ല വൾച്ചർ. നേരെ മറിച്ച് ഒരു സ്കാവഞ്ചർ ആണ്. അതിന്റെ അർത്ഥം ഈ പറയുന്ന കാക്കസസ് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ആനിമൽസിന്റെ റിമെയിൻസ്, ബോഡി റിമെയിൻസിനൊക്കെയുള്ള അതിനൊക്കെ സ്കാവഞ്ച് ചെയ്യാനാണ് ഈ വൾച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ദേ ആർ ക്ലീനേഴ്സ് ഓഫ് ദ എക്കോസിസ്റ്റം, അല്ലെങ്കിൽ നാച്ചേഴ്സ് ക്ലീനപ്പ് ക്രൂ എന്നാണ് വൾച്ചേഴ്സിനെ പറയുന്നത്. അതിനെ കീസ്റ്റോൺ സ്പീഷീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കീസ്റ്റോൺ സ്പീഷീസിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. ബട്ട് കീസ്റ്റോൺ സ്പീഷീസ് ആണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു ഹാബിറ്റാറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളാണ് കീസ്റ്റോൺ സ്പീഷീസ്. അതായത് നമ്മൾ ഈ പേര് പറഞ്ഞപ്പോൾ നാഴികക്കല്ലായിട്ടുള്ള ഒരു സ്പീഷീസുകളെയാണ് നമ്മൾ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ദാറ്റ് സ്പീഷീസ് ദ എക്കോസിസ്റ്റം മേ അതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വൾച്ചേഴ്സിന്റെ കേസ് പറയുമ്പോൾ അവരുടെ എങ്ങനെയാണ് ഈ കൺസർവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഇമ്പോർട്ടന്റ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാച്ചേഴ്സ് ക്ലീനപ്പ് ക്രൂ എന്ന് പറഞ്ഞല്ലോ. 80s and 70s, ഡ്യൂറിങ് 80s and 70s നമ്മുടെ ഇന്ത്യയിൽ ധാരാളം വൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ടൗണിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതാണ്. നമ്മൾ പൊതുവെ ബ്ലാക്ക് കൈറ്റ്സ് അല്ലെങ്കിൽ ബ്രാഹ്മിണി കൈറ്റ്സ് എന്ന് പറയും. നമ്മൾ ചക്കിപ്പരുന്ന്, കൃഷ്ണപ്പരുന്ന് എന്നൊക്കെ തന്നെ പറയും. ധാരാളം പരുന്നുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതേപോലെയായിരുന്നു പണ്ട് കഴുകന്മാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം കഴുകന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവർ ഈ പറയുന്ന കാക്കസസും അതുപോലെ ക്ലീൻ ചെയ്യുന്ന മെക്കാനിസം ആയിരുന്നു പണ്ട് വൾച്ചേഴ്സിനുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നമ്മളൊരു 90s ഒക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിക്ലൈൻ ആണ് വൾച്ചേഴ്സിന്റെ പോപ്പുലേഷനിൽ ഉണ്ടായെന്നാ പറയുന്നത്. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്താകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടായി. ഒരു പ്ലമറ്റിംഗ് ഡിക്ലൈൻ ആണ് വൾച്ചേഴ്സിന് സംഭവിച്ചത്. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അതിന്റെ പല റീസൺസും ആൾക്കാർ തേടിപ്പോയി. പോച്ചിങ് അല്ലായിരുന്നു കഴുകന്റെ എണ്ണം കുറയാനുള്ള കാരണം. പക്ഷെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഡൈക്ലോഫിനാക് എന്നുള്ള ഒരു കെമിക്കലിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഡൈക്ലോഫിനാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ കാറ്റിൽസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു വെറ്ററിനറി ഡ്രഗിന്റെ കോമ്പോസിഷൻ ആണ് ഡൈക്ലോഫിനൊക്കെ. നമ്മൾ മനുഷ്യന്മാർ യൂസ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി പിന്നെ ഓയിൻമെന്റ്സിന്റെ ഒക്കെ നിങ്ങൾ ജനറിക് നെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡൈക്ലോഫിനാക്കിന്റെ കണ്ടന്റ് കാണാൻ പറ്റും. ഇപ്പൊ മനുഷ്യന്മാരത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പണ്ട് ആനിമൽസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആനിമൽസ് കൺസ്യൂം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ബോഡിയിൽ അത് ഇൻകോർപ്പറേറ്റ് ആയിട്ട് അതിന്റെ പിന്നെ എന്താ ഈ ഫ്ലഷിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡൈക്ലോഫിനാക്കിന്റെ പിന്നെ അംശങ്ങൾ ഉണ്ടാവും. അപ്പോൾ നോർമലി നമ്മളറിയാലോ നോർത്ത് ഇന്ത്യയിൽ പിന്നെ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. അപ്പൊ ഇതൊക്കെ ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൊതുവെ പിന്നെ പണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓപ്പൺ സ്പേസിൽ കൂട്ടിയിടുക ചെയ്യാം. അപ്പൊ നോർമലി നമ്മുടെ വൾച്ചേഴ്സ് വന്നിട്ട് അത് ക്ലീൻ ചെയ്യും. അപ്പൊ ഈ ഡൈക്ലോഫിനാക്കിന്റെ പിന്നെ വെറ്ററിനറി ഡ്രഗിന്റെ ഭയങ്കരമായിട്ടുള്ള യൂസ് കാരണം ഈ കാക്കസസിലൊക്കെ ഈ ഡൈക്ലോഫിനാക്കിന്റെ അംശമുണ്ട്. അപ്പൊ അത് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ റീനൽ ഫെയിലിയേഴ്സ് ആയിരുന്നു വൾച്ചേഴ്സിന് വന്നുകൊണ്ടിരുന്നത്. അവരുടെ കിഡ്നി ഇഷ്യൂസ് ഉണ്ടായി, അവരുടെ എഗ്ഷെൽസിന്റെ തിന്നാവുന്ന ഇഷ്യൂസ് ഉണ്ടായി, അവരുടെ സ്പൈനൽ കോഡിന് ഇഷ്യൂ ഉണ്ടായി, ബാലൻസിന് ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആവാൻ തുടങ്ങി 90s കേസിൽ. ഏകദേശം 2004 ശരിക്കും ഡിസ്കവർ ചെയ്യുന്നത് ഇതാണ് ശരിക്കും ഇതിന്റെ റീസൺ എന്നുള്ളത്. അതിനുശേഷം എൻറ്റയർ വെറ്ററിനറി ഡ്രഗിൽ ഡൈക്ലോഫിനാക്കിനെ ബാൻ ചെയ്യാനുണ്ടായത്. അപ്പൊ അതിനുശേഷം സ്ലോലി അത് ഈ പ്ലമറ്റിംഗ് പിന്നെ ഡിക്രീസ് ആണ് ശരിക്കും അതിന്റെ പോപ്പുലേഷനിൽ വന്നത്. പക്ഷെ പതുക്കെ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ അതിന്റെ പോപ്പുലേഷൻ റീഗെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ വൾച്ചേഴ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിന്റെ കാറ്റഗറീസ് കുറച്ചൊക്കെ നമുക്ക് 4 കാറ്റഗറീസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് വൾച്ചേഴ്സ് ഉണ്ട്. ഒരു നിയർ ത്രെറ്റൻഡ് ആയിട്ടുള്ള 2 നിയർ ത്രെറ്റൻഡ് ആയിട്ടുള്ള വൾച്ചേഴ്സ് ഉണ്ട്, പിന്നെ ലീസ് കൺസേൺഡ് ആയിട്ടുള്ള വൾച്ചർ ഉണ്ട്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വൾച്ചർ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സ്പീഷീസിനെ കുറിച്ചിട്ട്.